Welcome to QT The Hand Wash Presents Comedy Masters, co-presented by SLBS Marklands, powered by Amardaveni Lice Kit and co-powered by Rajakumari Group. ലോകമെമ്പാടുമുള്ള അമൃത TV കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രേക്ഷകർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് എലീന പടിക്കൽ മാറിയിട്ട് കുട്ടിയെങ്കിലും സർവോപരി അഖിൽ കവലൂരിലൂടെ ഈ ഞാൻ വിചാരിച്ചു അതെന്താണ് അർഹതയില്ലാത്ത സ്ഥലത്ത്. ഹലോ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഭയങ്കരമായ റീസൺ ഉണ്ട്. കാരണം ഞങ്ങൾ ഉൾപ്പെടുന്ന സ്റ്റേജ് കലാകാരന്മാർക്ക് അത്രയും ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ് ഇന്ന് നമ്മുടെ നാട്ടുകൂട്ടമായി ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഞങ്ങളെപ്പോലുള്ള സ്റ്റേജ് കലാകാരന്മാരുടെ വളർച്ചയ്ക്ക് ഇന്ന് മുതൽക്കൂട്ടായിട്ടുള്ള പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റുമാരാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കൈയടി കൊടുക്കാം. ചേച്ചി, ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ. കാര്യം ഞങ്ങൾ ഒരുപാട് സ്റ്റേജില് അനൗൺസ്മെന്റില് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും. പക്ഷെ ഇപ്പൊ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ ഇപ്പൊ കേരളത്തിലുള്ള പലരും അല്ലെങ്കിൽ ആൾക്കാരെല്ലാം വിചാരിച്ചേക്കുന്നത് ഒരു ഉത്സവപ്പറമ്പില് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് പോയിട്ട് അഖിൽ കവലൂരിന്റെ കോമഡി ഷോ വയ്ക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ മെഗാ ഷോ വയ്ക്കാം എന്ന് ചെറിയൊരു സമൂഹം അല്ലെങ്കിൽ ചെറിയൊരു കൂട്ടം ആൾക്കാരെ വിചാരിക്കുന്നുള്ളൂ. ശ്രീവിദ്യയുടെ ഡാൻസ് വയ്ക്കാം എന്നും ചിലപ്പോൾ. പക്ഷേ സത്യത്തിൽ ഉത്സവ കമ്മിറ്റിക്കാരൊക്കെ ഇവർക്കടുത്തേക്ക് എത്തുന്നത് നമുക്ക് ഏത് പരിപാടി വയ്ക്കാം എന്ന് ചോദിക്കാനാണ്. ഇവരാണ് പറയുന്നത് അഖിൽ കവലൂരിന്റെ പരിപാടി വയ്ക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ പരിപാടി. അതായത് ശ്രീവിദ്യയുടെ പരിപാടി വയ്ക്കണ്ട, കാരണം അത് വട്ടം പൊളിയും, വയ്ക്കണ്ട എന്ന് തിരിച്ചറിഞ്ഞ് നല്ല വഴിയിലേക്ക് ഉത്സവ കമ്മിറ്റിക്കാരെ നയിക്കുന്ന പ്രോഗ്രാം ഏജന്റുമാരാണ്. അല്ല, ശ്രീവിദ്യയുടെ പരിപാടി വെക്കാനിരുന്ന 2 അമ്പലങ്ങളിൽ ആ പൈസ എടുത്ത് അന്നദാനം നടത്താം. പൈസ വാങ്ങിക്കണം, ആൾക്കാർ കഴിച്ചോട്ടെങ്കിലും പോട്ടെ. അപ്പോ പ്രിയപ്പെട്ട കേരളത്തിലെ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി ചേട്ടന്മാർക്ക് കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ശരിക്കും ചേട്ടന്മാര് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്നറിയാം. നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നവര് കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് എത്തിയ ചേട്ടന്മാരാന്നറിയാൻ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്, എല്ലാ ജില്ലകളിൽ നിന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും. അതെ, കേരളത്തിൽ മൊത്തം ഉണ്ട്. ഇവരെല്ലാവരുടെ ഇടയിൽ ഒരു ചേച്ചിയുണ്ട്. അതെ, ആ ചേച്ചി എവിടുന്നാ വന്നത്? ഒന്ന് മൈക്ക് എടുക്കും. വൈക്കത്ത് അമ്പലത്തിന് വടക്കുവശത്ത്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് ഉഷ മുരളീധരൻ. ഞാൻ പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഇപ്പൊ 6 വർഷമായി. ചേച്ചിയുടെ ഒരു കോള് പ്രതീക്ഷിച്ച് എത്ര കലാകാരന്മാരും കലാകാരികളും ഇരിപ്പുണ്ടാവുമല്ലോ. ഉഷ ചേച്ചി വിളിക്കും, മറ്റൊന്ന് പരിപാടി ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതുപോലെ പ്രോഗ്രാമിന് സത്യമായിട്ട് അറിയില്ലായിരുന്നു. ഞാനെങ്ങനെ വിചാരിച്ചോണ്ടിരുന്നതെന്ന് അറിയാവോ? നമ്മളിപ്പം സീരിയലിലും പ്രോഗ്രാമിനൊക്കെ വിളിക്കത്തില്ലേ, പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിക്കുന്ന പോലെ ഈ പറഞ്ഞ അമ്പലത്തിൽ ഏതെങ്കിലും ഒരു ഭാരവാഹി നമ്മളെ നേരിട്ട് വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാം നടത്തുന്ന ഒരാൾ വിളിച്ചിട്ട് ഡേറ്റ് ഉണ്ടോ വെച്ചാൽ അങ്ങനെയാണ് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഭയങ്കര ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു ഇത്. സത്യത്തില് കേരളത്തിലുള്ള ഇപ്പോഴത്തെ ഒരു ഒരു ആൾക്കാർക്ക് ഇത് അറിയില്ല. പക്ഷെ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവരെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇരിക്കുന്ന ചേട്ടന്മാരിൽ എത്ര പേര് ഈ ചേട്ടന്മാരെ നിങ്ങൾക്ക് പരിപാടി പിടിച്ചു തന്നിട്ടുണ്ട്? അതെനിക്കറിയാം. ഇതില് അത്യാവശ്യം കുറെ പേരൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പരിപാടി അദ്ദേഹിക്കുന്നത് ഇരിക്കുന്ന പുലിപ്പാറ ജയകുമാറണ്ണൻ, എന്റെ നാട്ടുകാരനാണ്, നെടുമങ്ങാട്. ഇവര് വല്ല പണിയും പരിപാടി ഒരു അമ്പലത്തില് 10-12 വർഷം കൊണ്ട് ഞാൻ പരിപാടി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കോമഡി ഷോ വേണമെന്ന് പറയുകയും നമ്മൾ അഖിൽ കവലൂരിന്റെ പരിപാടി ഇവിടെ വെക്കുകയും അതിനുശേഷം ഇപ്പൊ 30 വർഷമായി ഒരു കോമഡി പരിപാടി അവിടെ വെക്കുന്നില്ല. അതോടുകൂടി വേറെ കാര്യമുണ്ട്, ഇപ്പൊ കമ്മിറ്റിക്കാരെ വിളിക്കുന്നുണ്ട്. അഖിൽ കവലൂര് സിനിമയിലൊക്കെ വന്നതല്ലേ, ഒന്നും കൂടെ ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ടുവരാമോ? വീണ്ടും 30 അടച്ചിടാ അറിയില്ല, എന്നാലും ഇപ്പൊ അഖിലിനെ ഭയങ്കര ഇഷ്ടമാണ്, അവർ വിളിക്കുന്നത്. ഈ ജയകുമാറിന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഉത്സവ കമ്മിറ്റിയുള്ള 2 പേരും വന്നിട്ട് ജയകുമാറിന്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ നമ്മുടെ അമ്പലത്തിൽ പരിപാടി വേണം, ഈ കൊല്ലത്ത് ഏറ്റവും നല്ല ചിരിയുള്ള കോമഡി ഷോ ആരുടെയാണ്? പുള്ളി ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, അത് ഇക്കൊല്ലത്തെ ഏറ്റവും നല്ല കോമഡി ഷോ അഖിൽ കവലൂരിന്റെ മിമിക്സ് സൂപ്പറാണ്. ആണാ, നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരു കാര്യം, നിങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് വേണമെങ്കിൽ കണ്ടു നോക്ക്, കണ്ടിട്ട് ബുക്ക് ചെയ്താൽ മതി. അപ്പൊ പറഞ്ഞു, ഇന്ന് പരിപാടി ഉണ്ടോ? ഇന്ന് അവൻ ആറ്റിങ്ങിൽ ഇവിടെ പരിപാടി ഉണ്ട്, പോയാലാ? അങ്ങനെ പുള്ളിയെ വിളിച്ച് ഇവർ 2 ആറ്റിങ്ങിൽ പോയി ചെന്നു. കവലൂരിന്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഇവന്മാര് പരിപാടി തുടക്കം മുതൽ അവസാനം വരെ ചിരി എന്ന് പറഞ്ഞ അപ്പൊ ജയകുമാറിന്റെ അവർക്ക് പരിപാടി ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ എഗ്രിമെന്റ് എഴുതണം, അഡ്വാൻസ് മേടിക്കണം, കവലൂരിന്റെ അടുത്ത് പറയണം ഇന്ന ഡേറ്റിന് ഇവിടെയാണ് പരിപാടി. പരിപാടി മൊത്തവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നേരെ ജയകുമാറണ്ണം പോയിട്ട്,
എങ്ങനെയുണ്ട് പരിപാടി? സൂപ്പർ പരിപാടിയാണ് സത്യം. നിങ്ങൾ പറഞ്ഞപ്പോ ഇത്രയും ചിരിയുള്ള പരിപാടി എന്ന് വിചാരിച്ചില്ല. ഗംഭീര പരിപാടി. അപ്പൊ ബുക്ക് ചെയ്താലാ? വേണ്ട, നമുക്ക് വേറെ പരിപാടി മതി. അതെന്ത്? ഇത് നമ്മൾ കണ്ടല്ലെന്ന്. ഇയാളെ ചെലവില് അവരെ വിളിച്ചോണ്ടൊന്ന് പരിപാടിയും കാണിച്ചിട്ട് തിരിച്ചുണ്ടാക്കിയ അങ്ങനെയുള്ള ഓരോരോ അബദ്ധങ്ങൾ ഇടയിലുണ്ട്. അപ്പൊ നമ്മളെ പരിപാടി 9:30 ബെല്ല് കൊടുക്കണം. പരിപാടി വന്നിട്ട് അപ്പൊ ഫസ്റ്റ് പരിപാടി ആരുടെ? അല്ലല്ല, തുടങ്ങുന്നതിന് മുമ്പേ ഇപ്പൊ ആങ്കർമാരെല്ലാം മാറിയോണ്ട് നമ്മുടെ ഫോർമാറ്റും മാറുമല്ലോ. അഖിൽ കവലിയൂറിന്റെ പകരം ഞാൻ. ഹൂ ഇൻവെന്റഡ് തിയേറ്റർ? ഗ്രീക്സ് ഗ്രീസ്. വെരി ഗുഡ്. ഇലയൊക്കെ കുത്തി അങ്ങനത്തെ ഗ്രീസ് ആണ് ആദ്യമായിട്ട് തിയേറ്റർ പ്രോഗ്രാം ഏഥൻസിൽ തുടങ്ങിയത്. ചേച്ചി എടുത്ത് എന്റെ റൂമിൽ കയറി എന്റെ ബുക്ക് എടുക്കാര് പറഞ്ഞു. 9 മണിയായി, ബെല്ല് കൊടുക്കാൻ സമയമായി. ആദ്യത്തെ പരിപാടി ആരുടെ ചേച്ചി? യെസ്, നമ്മുടെ മക്കളെ ഇറക്കൂ. അമ്പിളിക്കുട്ടൻ ഇറക്കിയാലോ? അതാണ്. അപ്പൊ ഫസ്റ്റ് പരിപാടി ബെല്ല് കൊടുക്കാൻ പോകുന്നു. അമ്പിളിക്കുട്ടൻ ഓൺ ദി സ്റ്റേജ്. യെസ്. അങ്ങാടി മരുന്ന് മേടിക്കേണ്ട ലിസ്റ്റാണ്. നാളെ പോയി മേടിക്കണം. ആടലോട് കടകം, ആടലോടകം, രോമാഞ്ചം, രാമച്ചം, താന്തോന്നി കിഴങ്ങൻ, മേന്തോന്നി കിഴങ്ങ്, അതിനെഴുതി വെച്ചേക്കാണ്. കരിഞ്ഞിരിക്കും, കരിഞ്ചീരകം, കാട്ടുകള്ളി, കാട്ടുള്ളി. ഓ, 3 പല്ലിയുടെ പടം വരച്ച് വെച്ചേക്കുന്നു. തൃപ്പല്ലി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഇതാരെഴുതിയത്? നല്ല പരിചയമുള്ള കയ്യക്ഷരം. എന്റെ കയ്യക്ഷരമാണല്ലോ, ഞാൻ തന്നെ എഴുതിയത്. അവന്റെ ചിരിയേട്ടാതാ, ചിരിയേണ്ടാത്തൊന്നും അവനെല്ലാം അറിയാന്ന്. പുലിന്ന് എഴുതാൻ പറഞ്ഞ എലിന്ന് എഴുതിയിട്ട് തൊലിന്ന് വായിക്കുന്ന. അത് അവിടെ കയ്യിൽ വെച്ചാ ഇത് ക്യാരക്ടർ തോന്നുന്നു. നിന്റെ ഈ ക്യാരക്ടർ എന്തോന്നാണ്? എടാ, ഈ ഭരണിയൊക്കെ ഇരിക്കുന്നു, പച്ചല ഇരിക്കുന്നു, അവിടെ എഴുതി വെച്ചേക്കുന്നു. ഞാൻ ക്ഷീരവികസന കോർപ്പറേഷന്റെ ചെയർമാൻ. തമാശ പറയാതെ പറ, ഈ ക്യാരക്ടർ എന്തോന്നു? കണ്ടറിഞ്ഞൂടാ വൈദ്യരാന്ന്. എടാ, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നീ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് ജില്ലാ കളക്ടർ എന്ന് വരെ പറയും. എടാ, ഞാൻ വൈദ്യ വെള്ളി അമ്പിളിക്കുട്ടൻ. വൈദ്യ രത്നം ഒന്നല്ലേ? അതൊക്കെ കാശുള്ളവര്, നമ്മള് പാവപ്പെട്ടു. വെള്ളി അതെ, രത്നം ഒന്നും നമുക്ക് പറ്റൂല. വൈദ്യരെ, വൈദ്യരുണ്ടോ? ഈശ്വരാ, ഇവിടുന്ന് കുഴിച്ചിൽ വന്ന ആരെങ്കിലും ആണോ എന്തോ? വൈദ്യരുണ്ടോ? വൈദ്യരില്ല. ആരാ? അല്ല, വൈദ്യരൊന്ന് കാണണമായിരുന്നു. മുമ്പ് ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാ വരുന്നത്. എന്നാ വൈദ്യരെ വിളിക്കാം. വൈദ്യര് എന്തോ കയറി. നമസ്കാരം. നമസ്കാരം. അതെ, എന്റെ നടുവേദന ഉണ്ട്, എനിക്ക് പെടലി വേദന ഉണ്ട്. ആ, നടുവേദന പെടലി വേദന. കല്യാണം കഴിഞ്ഞതാണോ? എന്റെ ബൈക്കിൽ നിന്ന് വീണതാ. അതല്ല, നിങ്ങളെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, കല്യാണം അടുത്ത ആഴ്ച. അതൊക്കെ നമുക്ക് ഇവിടെ മരുന്നൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സാധനം ഇരിപ്പുണ്ട്. അയ്യോ, ഇതൊക്കെ ഏത് ഇലകളാണ് ഇതിന്? ഇത് ആടലോടകം. അപ്പൊ ഇരിക്കുന്നതാ? അത് കൂടെ ഓടണം. ഈ ഇല ഏതാണ്? അതെന്തരാ എന്തോ ഇതിന്റെ അടുത്ത് കളഞ്ഞൂടെ? കളയണ്ട, എതിരിൽ അരച്ച് കയറ്റാം. നല്ല രസമാണ്. കാര്യങ്ങളൊക്കെ സന്തോഷായി. ഒരുപാട് സ്ഥലത്ത് പോയിട്ട് എനിക്ക് മാറുന്നില്ല കേട്ടോ ഈ കൈ. അത് നമുക്ക് ആദ്യം തുണ്ടെടുക്കണം. എന്തോന്നു? ജിപേ ഉണ്ട് പൈസ. അങ്ങനെ തുണ്ടിന് പൈസ വേണ്ട, മരുന്നിന് മതി പൈസ. പേരെന്താണ്? പേര് സിൽവർ സ്റ്റാർ സ്റ്റാലോൺ. അയ്യോ, വേണ്ട വേണ്ട, നേരത്തെ ചികിത്സയിലോട്ട് പോവാം. അതാണ് ബൈക്കിൽ നിന്ന് വീണത്. അടുത്ത ആഴ്ചയാണ് കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ശരീരമൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഉഴിച്ചിൽ നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഉഴിച്ചിൽ നടത്താൻ നമുക്ക് അതിവിടെ എല്ലാവിധ സൗകര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. ആണല്ലേ? എന്തായാലും സന്തോഷമായി. ഈ ഉഴിച്ചിലിന് മൊത്തത്തിൽ എത്രയാവും? ഉഴിച്ചിലിന് മൊത്തത്തിൽ 10,000 രൂപ. അയ്യോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് പ്രിയ. അവിടെ ഫ്രീ ആണെങ്കിൽ അവിടെ പോയി തടവ്. ഫ്രീയാണെന്നല്ല, പ്രിയ പറഞ്ഞതേ ഇവിടെ നല്ല ലാഭമാണ്, ഉഴിച്ചിലൊന്നും പൈസ ആവത്തില്ല, നല്ല ചികിത്സയാണെന്ന് പറഞ്ഞു. എന്നെ അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്യാറില്ലല്ലോ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് പ്രിയ. ഇവിടെ വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. വൈദ്യര് കണ്ടിട്ടുണ്ടോ നോക്കി? നല്ല കുട്ടിയാ. 5 വർഷമായിട്ട് കഠിനമായിട്ടുള്ള നമ്മുടെ പ്രയത്നത്തിലുള്ള കല്യാണമാണിത്. നല്ല പ്രണയമായിരുന്നു. വീട്ടുകാർ സമ്മതിക്കുന്നില്ലായിരുന്നു, പക്ഷെ അവളെ നിർബന്ധം കൊണ്ട് അങ്ങ് സമ്മതിച്ചു. എന്തായാലും കല്യാണം നടക്കണം, അടുത്ത ആഴ്ചയാണ്. എന്റെ പ്രിയ എനിക്ക് കിട്ടും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വൈദ്യര് അവള് പറഞ്ഞായിരുന്നു, എനിക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം ഞാനൊന്ന് ഒഴിച്ചിലേക്ക് നടത്തിയിട്ട്. വൈദ്യര് BAMS എടുത്തതാണോ? BAMS എടുത്താണോ? ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിക്കൽ സയൻസ് ഡിഗ്രി എടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് എടുത്തേ? ഞാൻ MG കോളേജിൽ. കോളേജിലൊന്നും ഇല്ലല്ലോ. മാർവാനിയസ് കോളേജ്. മാർവാനിയസിലും ഇല്ല. മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൽ അലോപ്പതിയാണ്. ഇന്റർവ്യൂ വന്നതാ? ഒഴിച്ചില്ല വന്നതാ? ഇന്റർവ്യൂവിന്. അല്ല, ഒഴിച്ചില്ല. അമ്പളിക്കുട്ട എന്നെ ഇതിനകത്ത് ഇറക്കി വിടറാ.
ഞാൻ നോർമലാണ്, എന്നെ ഒന്ന് ഇറക്കി വിടുക അതിനകത്തുനിന്ന്. അത് ആരാകത്ത് വിളിക്കും? അത് തലയ്ക്ക് സുഖമില്ലാത്ത ഒരാള് നെല്ലിക്ക തളം വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. എടാ അമ്പളിക്കുട്ട ഇറക്കി വിടുക ഒന്ന്, നോർമലടാ ഞാൻ. നോർമൽ ആയെന്ന് പറയുന്നത്? നോർമൽ അല്ല, നോർമൽ ആയെന്ന് പറഞ്ഞു. ഇപ്പൊ കേട്ടോ. എടാ നിനക്ക് ഇറക്കി വിട്ടിട്ട് എവിടെ പോവാനടാ? എനിക്ക് എന്റെ ഭാര്യയെ കാണാൻ പോണം. കണ്ട അവൻ നോർമൽ ആയിട്ടില്ല. ആയിട്ടില്ല. ബാക്കി കാര്യങ്ങളെല്ലാം രസായനമൊക്കെ ഉണ്ടാക്കോ? രസായനമൊക്കെ ഉണ്ടാക്കും. ഉണ്ടാക്കുമല്ലേ? കരിങ്കുരങ്ങ് രസായനമൊക്കെ ഉണ്ട്. കരിങ്കുരങ്ങ് രസായനം ഒന്നും ഉണ്ടാക്കരുത്. കുരങ്ങനെ ഒന്നും ഉപദ്രവിക്കരുത്. എന്റെ അപ്പം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൂർവികന്മാരൊക്കെ കുരങ്ങന്മാരായിരുന്നാണ്. നിങ്ങളെ കുടുംബാര്യത്തിലൊന്നും ഞാൻ അവിടെ നിങ്ങളെ പാടാ. കല്യാണത്തിന് മുന്നേ എനിക്ക് സൂപ്പർമാനെ പോലെ ശരീരം വേണം, ശരീര പുഷ്ടി വേണം. സൂപ്പർമാൻ? അത് ഞങ്ങൾ ഈ വൈദ്യശാലക്കാർക്കും ഇതുപോലൊരു സൂപ്പർ ഹീറോ ഉണ്ട്. ഈ സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ട്. എന്താണത്? കസ്തൂരിമാൻ. സൂപ്പർ ഹീറോ. ഒരു രസായനം തരാം, ടേസ്റ്റ് ചെയ്തോ. ശരി ശരി. ശരീരവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. അപ്പൊ സേഫാ. ടേസ്റ്റി പേരും കിട്ടി. ടേസ്റ്റി രസായനം. ഇതൊന്ന് തുടയ്ക്കാൻ ടിഷ്യൂ ഉണ്ടാ? അയ്യോ ഇവിടെ ടിഷ്യൂ ഇല്ല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ. കൈ എങ്ങനെ തുടയ്ക്കും? ഇവിടെ ഒരു ഗ്രൂമർ ജിഷോ ഉണ്ട്, അവനെ കൊണ്ടുവെക്കുക. അതൊരു ഇവിടെ ഇഷ്യൂ അല്ല. ഒരുപാട് രസായനമൊക്കെ ഉണ്ടാക്കുമല്ലേ? സ്റ്റീം ബാത്ത് ഒക്കെ ഉണ്ട് ഇവിടെ. സ്റ്റീം ബാത്ത് ഉണ്ടാ? എനിക്ക് സ്റ്റീം ബാത്ത് വേണം, നാളെ കിട്ടിയാ കൊള്ളാം. ഇപ്പൊ പറ്റൂല, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം. നമ്മളെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഡയറക്ടർ അനൂജ് രാമചന്ദ്രൻ സാർ ബുക്ക് ചെയ്തിട്ടിരിക്കുക. എന്തിന്? 3 ഗ്രൂമേഴ്സിനെ പുഴുങ്ങിയെടുക്കണം. വൈദ്യരെ, ഈ സാരസ്വതാരിഷ്ടം ഉണ്ടോ? എന്തോന്ന്? സാരസ്വതാരിഷ്ടം ഉണ്ടോ? അതില്ല. ഉണ്ടെങ്കിലും തരൂല. അറിഞ്ഞൂടാത്തോണ്ടല്ല. വേറൊരു സംഭവം ഉണ്ട്. ഈ സ്ത്രീകളുടെ യൗവനം 45 വയസ്സുള്ള സ്ത്രീയെ എന്റെ ഇത് തേച്ച് കഴിഞ്ഞാൽ 20 വയസ്സായിട്ട് മാറും. അങ്ങനത്തെ ഒരു ഇതുണ്ട്, അരിഷ്ടം, രസായനം. അത് കൊള്ളാം. ഒരുപാട് വിറ്റ് പോയല്ലേ? ഇല്ല, ഒരെണ്ണം പോലും വിറ്റില്ല. ഒറ്റ പെണ്ണുങ്ങൾ 45 വയസ്സായി സമ്മതിക്കുന്നില്ല. അവിടെ ഉണ്ടാക്കി ഇവിടെ കെട്ടി കിടപ്പുണ്ട്. അപ്പൊ ഒരുപാട് സംഭവങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കും. അവർക്കൊക്കെ ആർക്കൊക്കെ എപ്പോഴാണ് വേണ്ടതെന്ന് അറിയാൻ പറ്റുമല്ലേ? ഇതെല്ലാം സ്വന്തമായിട്ട് തന്നെ പോയി എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് പച്ചക്കറിയെ കുറിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. പച്ചല വെച്ചിട്ട് ഞാനാ ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പൊ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നേരത്തെ ചികിത്സ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് വന്നിട്ട്? സെലിബ്രിറ്റീസ് വരെ വന്നിട്ടുണ്ട്. ഏതൊക്കെ സെലിബ്രിറ്റീസ്? അത് ഞാൻ സർപ്രൈസ് ആണ്. ഇത് കണ്ടോ, ഇതാരെന്നറിയാമോ? മനസ്സിലായില്ല. മനസ്സിലാവൂല. ഇതാരാന്നറിയാമോ? ഇല്ല. പ്രശസ്ത സിനിമാ താരം കവലിയൂർ അഖിൽ. എനിക്കറിയാം. പണ്ട് ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ എന്റെ മരുന്ന് കുടിച്ചതിനെ ചൊല്ലി പുഷ്ടി വെച്ചത്. ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, ഈ മരുന്ന് വായിലോട്ട് മാത്രമേ ഇടാവുള്ളൂ. കയ്യിലൊഴിച്ചു ഇവ ഇങ്ങനെ നക്കിയിട്ട് ഇങ്ങനെ തേച്ച് ഇരിക്കുന്നുണ്ടാ. ഞാൻ വേറെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ബ്രഹ്മി, നമ്മളെ ഡയാനയില്ലേ, ഡയാനയ്ക്ക് ബ്രഹ്മി ഭയങ്കര ഇഷ്ടമാണ്. ഈ ബ്രഹ്മി കഴിച്ച നല്ല ഓർമ്മശക്തി കൂടും. ഓർമ്മശക്തി കൂടും. ഡയാനയ്ക്ക് കൊടുത്തു. കഴിഞ്ഞ ജന്മത്തിലെ കാര്യം വരെ കൊച്ചു ഓർമ്മിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ ഡയാന പൂച്ചയായിരുന്നു. അതാണ് ഈ മീനെയൊക്കെ ഭയങ്കര ഇഷ്ടം. കിളിമീൻ, ചൂരമീൻ, അയലമീൻ, ആ മീൻ. കൊള്ളാം. എന്നാലും അടുത്ത ആഴ്ച എന്റെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അല്ല, ബ്രഹ്മി വേണമെങ്കിൽ തരാം. ഞാനും ബ്രഹ്മി കഴിക്കുന്നുണ്ട്. എനിക്കൊരു ബോട്ടിൽ ബ്രഹ്മി വേണം. ഭയങ്കര ഓർമ്മശക്തിയാണ്. ഓർമ്മശക്തി കിട്ടും ബ്രഹ്മി. ഞാന് വൈദ്യുതി അടുത്തൊന്നും നല്ല കാര്യമായി. ഒരു ബോട്ടിൽ മതി, ചെറിയൊരു ബോട്ടിൽ. ഒരുപാട് കാശാവോ തീരെ? എന്ത് നോക്കുന്ന? അത് ഉണ്ടാക്കിയിട്ട് എവിടെ വെച്ചൊന്ന് മറന്നുപോയി. അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. അടുത്ത ആഴ്ച അച്ഛനെ കൂടെ ചെറിയൊരു ചികിത്സക്കായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാലെന്ന് ആലോചിക്കുകയാണ്. അച്ഛനെന്താ അസുഖം? അച്ഛന് വെരിക്കോസ്. അച്ഛന്റെ പേര്? കുര്യാക്കോസ്. എന്താ കഴിക്കുന്നത്? മുട്ടക്കോസാണ് സാധാരണ കഴിക്കുന്നത്. അപ്പൊ അസുഖം വന്നതിന് ശേഷം വല്ലപ്പോഴും ഒരു പൊടി മാത്രമേ കഴിക്കൂ. എന്ത് പൊടി? ഗ്ലൂക്കോസ്. മരുന്നിന്റെ ഓവർഡോസ് ആയിരിക്കും. ആണല്ലേ? കൊണ്ടുവരാം. അച്ഛനെ കൊണ്ടുവരണം. പിന്നെ ഞാൻ തരുന്ന കഷായം കൃത്യമായിട്ട് കഴിക്കാൻ പറയണം. കൊടുക്കാം. പദ്യമുണ്ടോ? പദ്യമുണ്ട്. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലിറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ ഇരുന്ന നാളുകളിലേക്ക് ഒരു നാൾ സൂര്യൻ ഉത്തര നക്ഷത്രം മാമലമേലെ സവിയേശ്വരണ. എനിക്ക് പെട്ടെന്ന് എനിക്ക് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഭയങ്കര കേൾക്കണം. അതായത് എന്റെ കല്യാണം അടുത്ത ആഴ്ചയാണ്. എനിക്ക് ഹണിമൂണിനൊക്കെ പോകുമ്പോ നല്ല ഇതായിട്ടൊക്കെ പോണം. ഹണിമൂണ് അറിയത്തില്ല? ഹണിമൂൺ വൈദ്യുതി കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ ഇല്ലായിരുന്ന? ഇല്ല, ഞാൻ ഉച്ചയ്ക്കാണ് പോയത്. ഹണി സണ്ണായിരുന്നു, രാത്രിയില്ലേ മൂണ്. എന്തായാലും ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് നൈറ്റിലേക്ക് നമ്മൾ അത്രയും പുഷ്ടിയായിട്ടൊക്കെ നിന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ശരീരം ഭയങ്കരമായിട്ട് തളർച്ചയും ക്ഷീണവും വല്ലാത്തൊരു അവസ്ഥയാണ് എന്റെ ശരീരം. എന്ന് വെച്ചാല് അരവണ്ണം കുറയുന്നുണ്ട്. പാന്റ് ഇടുമ്പോ
ഇറങ്ങി പോവാണ്. ആ അതിനൊരു ഉഗ്രം മരുന്നുണ്ട്. ഏതാണ്? ദശമൂലാരിഷ്ടം. ആണോ? അത് കുടിച്ചു കഴിഞ്ഞാൽ അരവണ്ണം വെക്കും. അരവണ്ണം വെക്കില്ല, പാന്റ് ഇറങ്ങി പോകുന്നത് നിൽക്കും. ദശമൂലാരിഷ്ടം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ കൊണ്ടിരുത്തിയാലും പെട്ടെന്ന് അങ്ങ് ഉറങ്ങും. പിന്നെന്തിനാ നീ കല്യാണം കഴിക്കുന്നത്? അതെ, ഈ ഫസ്റ്റ് നൈറ്റിൽ ഞാൻ ഉറങ്ങിയ സീനാവൂലേ? നീ ഉറങ്ങിയില്ലെങ്കിലാണ് സീനാവുന്നത്. എന്നാലും അതൊക്കെ ഉറക്കം മാറ്റി തരണം എങ്ങനെയെങ്കിലും. അത് കുഴപ്പമില്ല, നമുക്ക് ചികിത്സിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തലമുടിയിൽ പേൻ ശല്യം. തലയിൽ അതിനൊരു പരിപാടിയുണ്ട്. പേനെ മാറ്റണം. നിസാര പണിയേ ഉള്ളൂ. മുടി അങ്ങ് ഷേവ് ചെയ്ത് കളയുക. പേൻ ഇരിക്കാൻ സ്ഥലം കാണൂല, വേറെ ആരെങ്കിലും തലയിൽ പോയി റൂം എടുത്ത് താമസിച്ചോ. എന്തായാലും എനിക്ക് ഒഴിച്ചിൽ പെടലിക്കാണ് ഏറ്റവും മെയിൻ. പെടലല്ലേ? പെടലി ഈ സൈഡാണോ? ഈ സൈഡ് തന്നെ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കി. ഒരു സെക്കൻഡ്. അത് സാധാരണ ഈ പെടലിക്ക് വേദന വരുമ്പോഴേ ഈ നസ്യം കഴിച്ചാൽ മാറും പറയും. നസ്യം എന്തോന്നാണ്? നമ്മളെ വീട്ടിന്റെ സൈഡിലൊക്കെ നിൽക്കും സാധനം. അത് സസ്യം. നസ്യം അതൊന്നും എനിക്കറിയാം. ഇതേ ചെറുതായിട്ടൊന്ന് നോക്കിയാൽ ഒന്ന് നോക്കട്ടെ. ഇതിന് വേദന പോയാ? അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ല. കഴുത്താ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഇതിന് തിരിക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, വിഷമിക്കണ്ട. 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ഇത് നിനക്ക് ഈ ടെൻഷൻ അങ്ങ് മാറിക്കോളും. ശീലമാകും ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് എന്റെ ഭാര്യയെ നോക്കാൻ പറ്റും. ഭാര്യയെ നോക്കാൻ പറ്റും. ഈ ഭാര്യ എന്ന് പറയുന്നത് നമ്മൾ ആരാണ്? വാമഭാഗം എന്നല്ലേ പറയുന്നത്? ഇടത് ഭാഗം. അതെ. അപ്പൊ ഈ ഭാഗത്ത് നിൽക്കുമ്പോ നിന്റെ വാമഭാഗത്തിന് നിനക്ക് കാണാം. അതിന്റെ സൗകര്യത്തിനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാലും ഫസ്റ്റ് നൈറ്റ് നേരെ ചൊവ്വേ നടക്കത്തില്ലെന്നേ ഉള്ളൂ, നടക്കും. എന്റെ ഇടത് ഉയർത്താൻ പറ്റുമോ? തവളപ്രക്കാടി. പുതിയൊരു പേരൂടെ കിട്ടി, തവളപ്രക്കാടി. ഇനി അത് വെച്ചൊരു കളി കളിക്കാം. QT The Hand Wash presents Comedy Masters, co-presented by SLBS Smartlands, powered by Amrutavani Life Kit and co-powered by Rajakumari Group. അപ്പൊ എന്തെല്ലാന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ള അല്ലേ? അങ്ങ് കണ്ണൂരിന്നും ട്രിവാൻഡ്രത്തുനിന്നും കാസർഗോഡുനിന്നും ഒക്കെ എല്ലാരും വന്നിട്ടുണ്ട്. ആൻഡ് നമ്മള് നമ്മുടെ ഫസ്റ്റ് സ്കിറ്റ് അമ്പലക്കുടം ചെയ്യേണ്ട സ്കിറ്റ് കണ്ടു, സൂപ്പർ ആയിരുന്നു. ഇനി നമ്മുടെ എപ്പിസോഡിനെ നെക്സ്റ്റ് ലെവലിൽ കയറ്റി വെക്കാൻ വേണ്ടിട്ട് വി ആർ ബാക്ക് വിത്ത് മണി സ്കിറ്റ്. ഈ മണി സ്കിറ്റ് ഞങ്ങൾ നടക്കാൻ പോകുന്നു. അടുത്തായിട്ട് ഈ ഫ്ലോറിലെ ഒരു സീരിയൽ നടൻ വരാൻ പോകണം. കാരണം സീരിയൽ നടിമാർ ഇവിടെ കുറച്ചുണ്ടല്ലോ, ഒരു നടന്റെ കുറവുണ്ട്. നല്ലൊരു നടന്റെ കുറവുണ്ട് ഇവിടെ അല്ലേ? സീരിയൽ നടന്റെ കുറവുണ്ട് ഇവിടെ. അപ്പൊ ആ സീരിയൽ നടനുമായിട്ട് വരാൻ പോകുന്ന ആരൊക്കെയെന്ന് അറിയാമോ? സുബീഷ്, ജെറിൻ ആൻഡ് അനന്തു. ശരി, അപ്പൊ നമുക്ക് സ്കിറ്റ് ആണ്. പുതുതായി പണി കഴിപ്പിച്ച നമ്മുടെ വായനശാലയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രശസ്ത സീരിയൽ താരം നരേൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആരാധകരെ ശാന്തരാകൂ. ഒരു കാര്യം ചെയ്യടാ, 2 പടക്കന്റെ അന്നാക്കിന് കൂടിയിട്ട് പൊട്ടിക്ക്. ഫസ്റ്റ് ബെഞ്ചിരുന്ന് പഠിച്ച പഠിപ്പി ദേവൻ, അതേ ക്ലാസ്സിൽ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് പഠിച്ച ഉഴപ്പൻ നാരായണൻകുട്ടി. ന്യൂമറോളജിയാ. എവിടെയായിരുന്നു? ഇതെന്റെ അലമാരിയിലായിരുന്നു. നീ എവിടെയായിരുന്നു? എടാ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഒരു നടനായിട്ടുണ്ടായിരുന്നതാ. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ നിന്നെ എത്ര നാളെ കാത്തിരിക്കണു. നീ കാത്തിരുന്നോ? എവിടെ കാത്തിരുന്നു? എടാ, എന്നും ടിവിയിൽ നിന്റെ സീരിയൽ കാണുമ്പോ ഞാനതിന്റെ പുറകിൽ പോയിട്ട് കാത്തിരിക്കടാ. എന്തിന്? എന്തെങ്കിലും നീ ഇറങ്ങി വന്നാലോ? ആ ടിവി പൊട്ടിത്തെറിച്ച് ഈ പട്ടി ചത്തുപോയാൽ മതിയായിരുന്നു. അത് പഴയൊരു ഓർമ്മ വെച്ച് ഞാൻ പറഞ്ഞാടാ. നിനക്ക് പറയാലോ, നീ ഇപ്പൊ വളർന്നു വലുതായി സെലിബ്രിറ്റി ആയി പൈസക്കാരനായി. ജോലിയും കൂലി ഒന്നും ഇല്ലല്ലോടാ. നീ ഇത്ര നന്നായിട്ട് പഠിച്ചിട്ട് നിനക്ക് ജോലിയൊന്നും ഇല്ലടാ. ആയിട്ടില്ലടാ. എന്റെ പൊന്നെ, നിങ്ങൾ ഇത് കേൾക്കണം കേട്ടോ. ഇവൻ ആരാന്നറിയാവോ? 8 ബിയിലെ 1ാം നമ്പർ പഠിപ്പി, സ്ത്രീകളുടെ കണ്ണിലുണ്ണി, ടീച്ചർമാരുടെ ആരാമന്.
ആ യവ ഒരു ജോലിയും കൂലിയും ഉണക്ക ചക്കയും മുറിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് കയറിയേക്കുന്നു. നീ ഒരു മാതിരി പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്നോട് സംസാരിക്കരുതിട്ടാ. ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് എന്നെ കാണുമ്പോ ഇപ്പൊ എന്താ തോന്നണേ? വരിക്കച്ചൊക്കെ കാഴ്ച വെക്കുന്ന പോലെ തോന്നുന്നു. അതല്ലടാ, ഇതല്ല പ്രശ്നം. നിനക്ക് നമ്മുടെ സൗഹൃദത്തെ പറ്റി എന്താ തോന്നണേന്ന്? ആ സൗഹൃദം, നമ്മുടെ സൗഹൃദത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴകും തോറും വീര്യം കൂടുന്ന കരിയോയിലാണ് നമ്മുടെ സൗഹൃദം. ഞാൻ വീഞ്ഞൊന്നും അടിക്കത്തില്ല, ഞാൻ കരിയോയിലേ അടിക്കത്തുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നീ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരെ വന്നല്ലോ. നീ എങ്ങനെയാണ് ഇവിടെ വരെ വന്ന്? ഞാൻ പാവടാ, ഞാൻ നടന്നിട്ടാ വന്ന്. എന്റെ പൊന്നെ, ഇത്ര പണക്കാരനായ സെലിബ്രിറ്റിയുടെ കൂട്ടുകാരൻ നടന്നു വന്നു, അതും ഈ വെയിലും കൊണ്ട്. പക്ഷെ ഇവിടുന്ന് ഒന്നും പറയണ്ട, ഇവിടുന്ന് പോകുമ്പോ നീ വെയിൽ കൊള്ളാതെ പോയിരിക്കും. നീ എനിക്ക് കാർ മേടിച്ചാൻ പോവാണ്. ഒരു കുട മേടിച്ചു അതിന് കൊടുക്കൊണ്ട് വേണം എന്റെ ആവട്ടെ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താ നിന്റെ അഭിനയം? നിനക്ക് ഇങ്ങനെയാണ് മോനെ അഭിനയിക്കാൻ പറ്റണേ? എടാ നിനക്കൊരു കാര്യം അറിയോ, ഞാനൊരു ബോൺ ആക്ടറാണ്. എന്റെ വിരലുകൾ പോലും അഭിനയിക്കും. ഓവർ ആക്ടിങ് കാണിക്കുന്നതാ, ഓവർ ആക്ടിങ് നീ ഒരു സംഭവം കേട്ടോ. വേറെ കാര്യം അറിയോ, എന്നടാ? മലയാള ഇൻഡസ്ട്രിയിൽ എന്നെ അറിയപ്പെടുന്നത് അഭിനയത്തിന്റെ കാണ്ടാമൃഗം എന്നാണ്. ശരിക്കും അങ്ങനല്ല, അഭിനയത്തിന് സിംഹം എന്നല്ലേ? എടാ, സിംഹവും പുലിയൊക്കെ മോലാലും മമ്മൂട്ടിയും കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോ ഒരു പട്ടിയുണ്ട്, കാണ്ടാമൃഗമുണ്ട്. എന്തിന് അവാർഡ് ഫംഗ്ഷനിൽ പോയി കാലുപൊക്കി മുള്ളാനാ? കാണ്ടാമൃഗം അത് തന്നെ മതി. ശരി ശരി, കാണ്ടാമൃഗം മതി, ഞാൻ സമ്മതിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി നിന്റെ വിശേഷങ്ങൾ പറയടാ. നിന്റെ കല്യാണം കഴിഞ്ഞോടാ? എടാ ചെറിയൊരു കല്യാണം ഞാൻ കഴിച്ചായിരുന്നു. ഒരു ഗതിയില്ലാത്ത ഇവനൊരു പെണ്ണ് കിട്ടിയട്ടാ. നീ ഒരിക്കലും അങ്ങനെ താഴ്ത്തി പറയരുത്. എടാ വയസ്സായി വരല്ലേ, അതുകൊണ്ട് താങ്ങാനായിട്ട് ഒരു തുണ അത്രേ ഉള്ളൂ. ആണാ? അപ്പൊ മക്കളൊക്കെയാ? മക്കളൊക്കെ ഒരു 6 പേര്. അപ്പൊ ചാരി നിൽക്കുവല്ലായിരുന്നു, കൊണ്ട് മാറി വരുന്നു പട്ടി. അത് പോട്ടെ. നിനക്ക് വേറെ അറിയോ, നീ എന്റെ രണ്ടാമത്തെ മോൻ ജോജിനെ കണ്ടിട്ടുണ്ടാ? ഈടാ നിന്നെ പോലെ തന്നെ പട്ടി വൃത്തിയാണ് പറഞ്ഞോടാ. നിന്റെ വീട് പോലും എനിക്ക് അറിയത്തില്ല. എന്തൊക്കെ നീ പറഞ്ഞ? അതല്ലടാ, അവര് നിന്നെ പോലെ ഈ സീരിയലിലൊക്കെ അഭിനയിച്ച് ചെന്നാണോ? അതാണ് അവന്റെ ഇഷ്ടം. അങ്ങനെയാണോ? അങ്ങനെയാണ് അവനെ ആ വഴിക്ക് തന്നെ വിടണം കേട്ടോ. നിന്നെ പോലെ മൊണ്ണയാക്കി വിടരുത്. ഒരുമാതിരി വർത്താനം പറയുന്നത് എനിക്ക് വിഷമാവില്ലേ? നിനക്കൊരു കാര്യം അറിയോ, പണ്ട് തൊട്ടേ എന്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടായിരുന്നടാ. നിന്റെ ഉള്ളിലല്ല, നിന്റെ വായിനുള്ളിലായിരുന്നു ഫയർ. അത് നോക്കിയപ്പോൾ ആ സാറിന് എന്റെ മണ്ടയ്ക്ക് വെച്ചാൽ പോട്ടെ. അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലുണ്ടായ കാര്യങ്ങളല്ലേ. എന്തായാലും നമ്മൾ ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ടല്ലേ, നീ എന്റെ വീട്ടിലേക്ക് വരണം. നീ നോക്കിയേ, ഈ ഇരിക്കുന്ന വരിക്കച്ചക്കില്ലേ, അത് വെട്ടിട്ട് ചക്കത്തോരൻ, ചക്കുപ്പരി, ചക്ക പായസം, ചക്ക അട എല്ലാം ഉണ്ടാക്കി തിരിച്ചിട്ട് നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങണമെന്ന്. അപ്പൊ ഇന്ന് ഉറക്കമില്ല, മിണ്ടിയും പറഞ്ഞും കിടക്കാം. എനിക്ക് മിണ്ടാ സമയം ഇല്ല. ഉദ്ഘാടനം ചെയ്തേ? ഇല്ല, ഉദ്ഘാടന സമയമായിട്ടില്ല. ചേട്ടാ ഉദ്ഘാടനത്തിന് അധ്യക്ഷൻ വന്നിട്ടില്ല ഇവിടേക്ക്. ചേട്ടാ നമ്മുടെ പഴയ ഹിന്ദി മാഷില്ലേ, പുള്ളിക്കാരനാണ് അധ്യക്ഷൻ. പുള്ളി വന്നാൽ ഈ പരിപാടി നടക്കുള്ളൂ. പിന്നെ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, പുള്ളിക്ക് പണ്ട് തൊട്ട് നിന്നെ കണ്ടെടുത്ത കണ്ടുകൂടാ. ഫേവറേറ്റ് സ്റ്റുഡന്റ് ഞാനാണല്ലോ, അതുകൊണ്ട് പുള്ളിനെ ഞാൻ ഡീൽ ചെയ്തോളാം. നീ ഇവിടെ മറന്ന് പുള്ളി വരുമ്പോ നീ ഇടയിൽ കയറി വരുത്തിട്ടാ. ഇല്ല മാഷുണ്ട്. അമ്പത്തൊന്നക്ഷരം ചൊല്ലി പഠിപ്പിച്ചോരൻ ഗുരുനാഥനല്ലേ, അന്തിക്കീരുട്ടിലെ വൃത്തം തെളിയിച്ച കൈത്തിരി നാളമല്ലേ. മേരെ പ്യാരെ വിദ്യാർത്ഥിയോ, എന്റെ ഫേവറേറ്റ് കുട്ടിയല്ലേ, മാഷിനടുത്തേക്ക് വാ. അതേ പോയി എന്റെ ഫേവറേറ്റ് വിദ്യാർത്ഥി, ഇങ്ങോട്ട് വാ. മാഷേ, ഞാനോ ഫേവറേറ്റോ? നീ അല്ലേ സീരിയൽ നടൻ, നീ എന്റെ ഫേവറേറ്റ്. എന്റെ മനസ്സിലായില്ലേ പഠിപ്പിച്ചിട്ട്? ഇല്ല മനസ്സിലായില്ല. അല്ല മാഷേ ശരിക്കും ഓർത്തു വെക്കന്നെ. ഞാൻ മനസ്സിലായെന്ന് പറഞ്ഞടാ. മാഷേ എന്താടാ? മാങ്ങണ്ടിക്ക് കൂട്ടുപോ. മാങ്ങാണ്ടി നീയാണോ ഇത്? നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? എനിക്ക് ജോലിയൊന്നുമില്ല. എന്റെ ഉമ്മ എവിടെ? തരാം, കണ്ണടച്ചേ. ഓ കൂലിയില്ല. മാഷിന് ശരിക്കും എന്നെ മനസ്സിലായോ? ശരിക്കും നിന്നെ മനസ്സിലായെന്നോ? മാഷിന് ഒരു ഓർമ്മക്കുറവില്ല. എനിക്ക് കറക്റ്റ് മനസ്സിലായി. നിങ്ങൾക്ക് അറിയാമോ, പണ്ട് എന്റെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ഇവൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പൊ ഞാനോ? നീ ഗോഡൗൺ ആണ്. അറിയില്ലേ? മാഷ് പറയുന്നത് സത്യമാണോ? സത്യമാണെന്നോ? ഉള്ള പറയാലോ. ഞാൻ നിന്റെ ഭയങ്കര ആരാധകനാ. നിന്റെ എല്ലാ സീരിയലും ഞാൻ കാണും. 9 മണിക്ക് എന്റെ സീരിയൽ ഉണ്ടല്ലോ, എന്താ അത്? ഞാൻ വഴി പിഴച്ചവൻ, ഞാൻ വഴി തെളിച്ചവൻ. അത് മാത്രമല്ല 10 മണിക്ക് എന്റെ സീരിയൽ ഉണ്ടല്ലോ, എന്റെ കുത്തിത്തിരിപ്പ്, എന്റെ കാത്തിരിപ്പ്. ഒന്ന് മാഷെ, 11 മണിക്ക് എന്റെ ഒരു സീരിയലുണ്ട്. ദൈവത്തോർത്ത് മാഷ് അത് കാണുന്നു കേട്ടാ. എന്താ സീരിയലിന്റെ പേര്? തച്ചോളി അമ്പു.
എടാ ഞാനൊരു ഹിന്ദി അധ്യാപനല്ലേ, അപ്പൊ എനിക്ക് അങ്ങനെ ഈ മലയാളമാക്കാന്നും വഴങ്ങത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഉള്ളത് പറയാലോ, എന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാം നിന്റെ ഭയങ്കര ഫാൻസാ. ഞാൻ ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് എന്റെ സ്റ്റുഡൻസ് പറഞ്ഞ എന്റെ അടുത്ത് ചോദ്യം ചോദിക്കണമെന്ന്. നിനക്ക് എങ്ങനെയാണ് ഈ അഭിനയം, നീ എവിടെന്നാ പഠിച്ചത്? ഞാൻ അഭിനയം പഠിച്ചത് ഇച്ചാക്കയുടെ അടുത്തുനിന്നാ. ഈ ചക്കക്ക് ഇത്രയും കഴിവുണ്ടോ? ഞാൻ എന്നാ സ്കൂളിൽ കൊണ്ടുപോകും, ഞാൻ സ്കൂളിൽ കൊണ്ടുപോകും. ഈ ചക്കയല്ല, ഇച്ചാക്ക, മമ്മൂക്കായിരുന്നു. എന്നാ കുഴപ്പമില്ല, ഞാൻ ചക്ക തിരിച്ചു വെക്കട്ടെ. ആ ചക്ക ഞാൻ തിരിച്ചു വെച്ചു. സീരിയലിൽ മാത്രമല്ല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ടാ? മാഷിന്റെ കുട്ടി വലുതായില്ലേ? സന്തോഷമുണ്ട്. എന്താ സിനിമയുടെ പേര്? അതൊരു സോംബി പടമായിരുന്നു. എന്നോട് വൃത്തരപടത്തിലാ പോയി അഭിനയിക്കുന്നത്. അയ്യോ മാഷെ, സോംബി അത് ആ സോംബി എന്നായിരുന്നു. ഇപ്പൊ ഓക്കെ. മാഷേ പഠിപ്പി എന്താ പൊടിച്ച് കുടിച്ചല്ല മാഷേ, പഠിപ്പി. കുറെ നേരം ലീവിനോട് സംസാരിക്കുന്നു, എന്നോട് എന്തെങ്കിലും ചോദിക്കി. നിന്നോടൊന്ന് ചോദിക്കാം. നിന്നോട് ചോദ്യം ചോദിക്കാം. ഒരു കാര്യം ചെയ്യ്, 500 നോട്ട് കാണുന്ന സ്ഥലത്തിന്റെ പേര് പറയാം. എവന്റെ 500 ഉണ്ടെന്ന് ചോദിക്കും, പിന്നല്ല സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. അത് കറക്റ്റ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായി. ഇപ്പൊ ഇവനാണല്ലോ മാഷിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ്. എടാ, മനുഷ്യനെ ബഹുമാനിക്കാൻ അറിയുന്ന എല്ലാരും എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റാ. എവനറിയാം? പറടാ, ആരൊക്കെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്? പറഞ്ഞോട്. മാതാപിതാ. കണ്ട് പതിടാ എന്റെ ചെറുക്കനെ. ബാക്കിയുടെ പറഞ്ഞു കുറവാൻ കേക്കട്ടെ. മാതാ, പിതാ, കഞ്ഞിയമ്മ, ദൈവം. എനിക്ക് കഞ്ഞിയമ്മ ഫേവറേറ്റ്. എനിക്കതാ ഇഷ്ടം. എന്തെങ്കിലും ആവട്ടെ, പക്ഷെ കഞ്ഞിയമ്മയും നല്ലൊരു ആളാണല്ലോ, അത് കുഴപ്പമില്ല. കേട്ടോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. നീ പണ്ടോട്ട് എന്നെ ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിച്ചാണ് മിണ്ടാടാ. പക്ഷെ ഈ ചെറുക്കൻ അന്നോട്ട് ഇന്നോട്ട് എന്റെ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടില്ല. മോനെ, നിന്റെ ടേണാണ്, നീ ചോദിക്കാ ചോദ്യം. എനിക്കൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഹിന്ദിയില. മാഷിനെ അറിയാവോ? ഞാൻ സംസ്കൃത മാഷല്ല, ഹിന്ദി മാഷ. ചോദിക്കട്ടെ? ചോദിക്ക്. ചാച്ചാ വസ്തുക്കുൻ ഹയ്യേ, ചാച്ചാ വസ്തുക്കുൻ ഹയ്യേ ഒന്ന് പറഞ്ഞു തരുമോ മാഷെ? സിമ്പിൾ അല്ലേ ഇതിന്റെ അർത്ഥം? മലയാളക്കാരെ തേടിയിരിക്കുന്ന വാക്കാണ് കേട്ടോ. ചാച്ച എന്ന് വെച്ചാല് അച്ഛൻ. വാസ്തുക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുക്കളെല്ലാം. പിന്നെ ഒരു വാക്ക് പറഞ്ഞല്ലോ, അയ്യേ പോയേ. അച്ഛന്റെ വസ്തുക്കളെല്ലാം പോയേ എന്നാണ് കവി ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. കണ്ടോടാ മാഷി, ഞാനാണ് ഫേവറേറ്റ്. കണ്ട ഉത്തരം പറഞ്ഞതാണ്. കണ്ടോടാ, നീ എന്റെ ഫേവറേറ്റ്. ശരിക്കല മാഷേ, എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്താ? മാഷിനെയും ജലജ ടീച്ചറിനെയും കുറിച്ച് ഈ നാട്ടിലുള്ള എല്ലാ അപവാദം പറഞ്ഞു വരുത്തിയത് ഇവ ഒറ്റൊരുത്തനാ. സത്യമാണ് ഞാൻ കേട്ട്. നീയാണോ? ഒന്നും പറയണ്ട, എനിക്ക് സന്തോഷമായി. നീ അന്ന് അങ്ങനെ പറഞ്ഞേക്കൊണ്ടാണ് എന്റെ കല്യാണം നടന്നത്. ഞാൻ ജലജിത്തിന്റെ ഹസ്ബൻഡ് ആണ്ട്രാ. നന്ദി. കണ്ടോടാ, ഞാൻ കാരണമാണ് മാഷിന്റെ കല്യാണം നടന്നത്. അടുത്ത എന്റെ ചാൻസാ മാർക്ക്. മാഷേ, എനിക്ക് വേറൊരു സത്യം കൂടി പറയാനുണ്ട്. മാഷിൻ ടീച്ചറെയും കുറിച്ച് ഈ ബാത്റൂമിൽ തൂലിക ചലിപ്പിച്ചില്ലേ, അത് ഞാനാ മാഷേ. എന്റെ പെണ്ടാട്ടിയെ കുറിച്ച് കണ്ണി കണ്ട എഴുതിയ നീ പട്ടി. എന്റെ പൊന്ന് മിസ്റ്റർ ബിന്റെ ഫിറോനെ നിന്ന് മതിയാക്കി. അയ്യോ, രണ്ടും കൂടെ എന്റെ മുതു കെട്ടലായാലാണ് നീ കേൾക്കുക. ഇനി കിടന്ന് അടി വിടാൻ പോടാ. ഞാൻ എന്താ പഠിപ്പിച്ചേ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. നമ്മൾ ആ പഴയ ചെറുപ്പകാലത്തിലേക്ക് ഞാൻ ഒരു നിമിഷം ക്ലാസ്സിൽ അനുസരിച്ച് നമ്മൾ ആ സമയത്തൊക്കെ എന്തുമാത്രം ഗെയിം കളിക്കുമായിരുന്നല്ലോ. സത്യമായിട്ടും എനിക്കിപ്പോ നിന്റെ കൂടെ ഏതെങ്കിലും ഒരു പഴയ ഗെയിം കളിക്കാൻ തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് മാസ്റ്റോർ കളിച്ചാലോ? അന്ന് മാഷിനെ വിളിച്ചാലോ? വിളിക്കാം. എന്താ മക്കളെ? മാഷെ ഞങ്ങളൊരു ഗെയിം പങ്കെടുക്കൂ. പണ്ടേ എനിക്ക് നിങ്ങൾക്കൊന്നും അങ്ങനെ സഹായിക്കാൻ പറ്റിയില്ല. ഇപ്പൊ നിങ്ങൾ എന്നോളമായില്ലേ, ഇനി മാഷിനെ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യാലോ? പറ, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തു? നമുക്കെന്നാ മാസ്റ്റോർ കളിച്ചാലോ? കളിക്കാം. അതിപ്പോ എന്താ? അറിയാലോ മാഷെ, അറിയാലോ. മാ പറഞ്ഞ ഇടി കേട്ടോ, അതിന് സോറി പറഞ്ഞാലേ ഇടി നടത്തുള്ളൂ. നീ പഠിപ്പിക്കണ്ട, മാഷിനെല്ലാം അറിയാം. നീ കളി തുടങ്ങിയോ? തുടങ്ങാം. ഇതിങ്ങനെയാണോ? എങ്ങനെ പിടിച്ചിട്ട് 1 3 മുന്നോട്ട് പോയത്? അറിയാലോ, ആ വാക്ക് പറഞ്ഞ ഇടിയാണേ. മാ പറഞ്ഞ ഇടിയാണെന്ന് മാഷിന് അറിയാൻ. എന്റെ മുതു, എന്റെ മഞ്ഞമലയിലില്ല മാമേ. പതി എന്റെ 2 തുള്ളി മൂത്രം പോയി. മാഷിന് മതി. മാഷിന് ഗെയിമിനില്ല, നിങ്ങൾ ആയിക്കോളൂ. നല്ല കളിയായിരുന്നല്ല. പോയിട്ട് തിരക്കുണ്ട് കേട്ടോ. എന്നെ ആ കോമഡി മാസ്റ്റേഴ്സിലെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. മറ്റേ ഡയറക്ടർ അനു സാറേ, എനിക്ക് പോണം. ഫോട്ടോ നീ പോന്നില്ല. നീ പോകുമ്പോ ഇവനെ ഒന്ന് കൊണ്ടുപോടാ, ഒന്ന് രക്ഷപ്പെടുത്തി അവനെ. മാഷ് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. ഈ കാലഘട്ടത്തില് പഠിച്ചവൻ പെടും, പഠിക്കാത്തവൻ രക്ഷപ്പെടും. എന്റെ പൊന്നു മക്കളെ, വാ, മാഷ് പറഞ്ഞുതരാം. പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ജീവിതത്തിൽ കഷ്ടപ്പെടാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ രക്ഷപ്പെടും.
അത് ചെയ്തില്ലെങ്കിലോ ആ അത്രേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പ് പറയാം, ഇതുപോലത്തെ ഒരു ടീച്ചറോ സാറോ എല്ലാവരുടെയും ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സീരിയലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ആ ടീച്ചറിന് ഞാൻ അഭിനയിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇതുപോലെ സീരിയലിന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ എന്നെ മാത്രം ഒറ്റയ്ക്ക് പിടിച്ചിരുത്തി ടെസ്റ്റ് പേപ്പർ എഴുതിപ്പിക്കും. എന്നിട്ട് 1/2 മാർക്കിന് 1 മാർക്കിനൊക്കെ എന്നെ തോപ്പിച്ചിട്ട് ക്ലാസ്സിന് പുറത്തൊക്കെ പിടിച്ചിരുത്തും. ഞാൻ മറ്റേ പുറത്തിങ്ങനെ എല്ലാവരും ചാറ്റൊക്കെ കാണിച്ച് ആ സെറ്റപ്പ് ആയിരുന്നു. അങ്ങനെ അതിനുശേഷം ഇത് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ ആ ടീച്ചറിനെ കണ്ടപ്പോൾ ഇതുപോലൊരു സ്നേഹപ്രകടനം ഞാനൊന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് അനുഭവമാണ്. ഞാൻ പഠിച്ചത് BSc ഫിസിക്സ് ആയിരുന്നു. അപ്പൊ കറക്റ്റ് ഈ സയൻസ് വിഷയങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണല്ലോ. പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ ഈ യൂണിയൻ പിന്നെ ഇന്റർ കോളേജ് ഫെസ്റ്റ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ പുറത്താണ്, ക്ലാസ്സിൽ കയറില്ല, ഭയങ്കര ഉഴപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആക്ച്വലി സ്ട്രിക്റ്റ് ആവേണ്ടതാണ്. പക്ഷെ എൻ്റെ ടീച്ചേഴ്സ് ആയിട്ട് ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നു. അവർ പഠിക്കുന്ന സമയത്തും അതിന് ശേഷമൊക്കെ ഇന്ന സ്ഥലത്ത് പോരാ, എന്നാൽ ശരി പോയിട്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അവിടുത്തെ ശേഷം എന്തൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തോ, ഇങ്ങനെ ചോദിക്കുന്നു. ഞാനും ആലിസും സെയിം കോളേജ് ആയിരുന്നു, ഓൾ സയൻസിലായിരുന്നു. അപ്പം ഭയങ്കര നല്ല ടീച്ചേഴ്സ് ആയിരുന്നു എന്റെ കൂടെ എന്നെ പഠിച്ച ടീച്ചേഴ്സ് എല്ലാം. പക്ഷെ നമ്മുടെ അടുത്ത് ചില ടീച്ചേഴ്സ് പഠിക്കാൻ പറയുന്നതിന്റെ ഒരു റീസൺ ഈ പറയുന്ന പോലെ ഇതില്ലെങ്കിൽ ഒന്ന് നല്ല രീതിയിലാണ് അവര് പറയുന്നത്. എന്തായാലും ഇവിടുത്തെ സ്കിറ്റ് അടിപൊളിയായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മൾ ആ കൂട്ടത്തിൽ അങ്ങ് പോയി അല്ലെ. എന്തായാലും ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്കിനി നോക്കിയാലോ. ഓക്കെ, ഹിന്ദി സാറേ റെഡിയാണോ നോക്കാൻ? വായോ നോക്കാം. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 30,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ശ്വേത ചേച്ചി. QT The Hand Wash presents Comedy Masters, co-presented by SLBS Marklins, powered by Amrithuveni and co-powered by Rajakumari Group. നമ്മളെ കൊച്ചിന് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അവള് പോയി ഡബ് ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയണം. അതെ, കഴിഞ്ഞ മണി സ്കിറ്റ് അവരിറക്കിയ സ്ഥിതിക്ക് നമ്മളും നല്ലൊരു കിടിലൻ ടീമായിട്ട് എത്തിയിട്ടുണ്ട് ചേച്ചി. അപ്പം നമ്മൾ ഇറക്കുമല്ലേ പിള്ളേരെ? പെട്ടെന്ന് അവള് മക്കളെന്ന് വിളിച്ചപ്പോ ഞാൻ അമ്മച്ചിന്ന് വിളിച്ചു. എനിക്ക് അല്ല, നമ്മുടെ പ്രൊഫഷണൽ ഏജൻസികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് ഇനിയിപ്പോ ഉത്സവ സീസണൊക്കെ വരാൻ പോവാണ്, കുറെ പരിപാടിയൊക്കെ ബുക്ക് ചെയ്യാനുണ്ട്. അപ്പോ കുറെ നാളുകളായിട്ട് പ്രഗത്ഭരായ ആൾക്കാരുടെ പരിപാടികൾ ബുക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇവർക്ക് ഉത്സവ പറമ്പിലേക്കൊക്കെ പുതിയ കുറച്ച് ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോ പറ്റൂല. എനിക്ക് ഞാൻ പറഞ്ഞത് പ്രായം ചെന്ന അങ്ങനെയല്ല, പുതിയ ആൾക്കാർ. അല്ല ശ്രീവിദ്യ, ഇവരെല്ലാം ഏജൻസി ഓഫീസിന് മുമ്പ് നിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്തിനെ? ക്ഷണിക്കപ്പെടുന്ന വേദികൾ ശ്രീവിദ്യ കിട്ടുന്നതല്ലെന്ന്. കാരണം ഞങ്ങൾക്ക് കഞ്ഞി കുടിച്ച് കിടക്കണം. കയ്യടി നോക്ക്. ചേട്ടൻ സ്ഥലം എവിടെയാ? ഗുരുവായൂർ. അവിടെ ഞാൻ വന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ വരാതിരിക്കാൻ വേണ്ടി വന്നവരും പോയവരും നിന്നവരും എന്റെ തലയിൽ. അപ്പൊ ഇത്രയും കിട്ടി തികഞ്ഞ സ്ഥിതിക്ക് ആ 3 പുതിയ പ്രതിഭകളുടെ പേരൊക്കെ അനൗൺസ് ചെയ്തു. ചേട്ടന്മാരും ചേച്ചി അതൊക്കെ എഴുതി എടുത്തോളൂ. അനൗൺസ് ചെയ്തോ. ആസ്പെൻ, പിന്നെ നമ്മുടെ വേദയും ബാലമണി. വേദ ആൻഡ് ബാലമണി ഓൺ സ്റ്റേജ്. ചേച്ചി ബാറ്ററി ഓൺ. അപ്പൊ കാണാം ഒരു ഗംഭീര സ്കിറ്റ്. സുന്ദരി സുന്ദരി എന്റെ പൊന്നെ എന്നു കേട്ടാൽ സുന്ദരി സുന്ദരൻ എന്റെ മാത്രം സുന്ദരൻ ഏതു പെണ്ണും വീണു പോകും നല്ല പാട്ടിൻ വല്ലഭൻ. ഈ നല്ല രാത്രി വെറുതെ കളയുന്നതെന്തിനിയും ചൂടാത്ത പൂവ് പോലെ ഞാൻ കൂടെയില്ലേ. നിനക്കായി ഞാൻ എനിക്കായി നീ പിരിയുകയില്ലിനി ഒരു നിമിഷം. കയ്യറ ചെവിക്കൽ അടിച്ച് ഞാൻ പൊട്ടിക്കും. മര്യാദയ്ക്ക് ഞാൻ ആദ്യമേ പറഞ്ഞാണ് ടച്ചിങ് പറ്റൂല. അയ്യത് എന്തൊരു പെണ്ണിത്. അതൊന്ന് വീട്ടിൽ പോയി വിളിച്ചാ മതി. എന്നാ നീ എന്റെ വീട്ടിലോട്ട് വാ. എടോ
അല്ല ഇതൊക്കെ ഒരു ആക്ടിങ് അല്ലേ? നീ ഒരു ഷോർട്ട് ഫിലിം ആർട്ടിസ്റ്റ് അല്ലേ? അതിനിത് ഷോർട്ട് ഫിലിം അല്ലല്ലോ. ഞാൻ നിന്റെ പുതിയ കാമുകി എന്നും പറഞ്ഞ് നിന്റെ ബ്രേക്കപ്പ് ആയി പോയ എക്സിന്റെ മുമ്പില് ആക്ട് ചെയ്യാൻ വിളിച്ചോണ്ട് വന്നേക്കല്ലേ. വെറുതെ ഒന്നല്ലല്ലോ, 5000 രൂപ അങ്ങ് തരൂലേ? തരണം, തന്നില്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അങ്ങ് തരും. എന്തിന്? ഞാൻ പറഞ്ഞ പൈസ തരും. എന്റെ ബ്രേക്കപ്പ് ആയി എക്സ് ആണ് സത്യം. ഓഹോ, അപ്പൊ ഇപ്പോഴും നിനക്ക് അവളോട് സ്നേഹമുണ്ട്? അയ്യേ, എനിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല. അത് കള്ള സത്യ. അങ്ങനെയെങ്കിലും അവളങ്ങ് നശിക്കണം. തനിക്ക് എന്തോടാ ആ കൊച്ചിനോട് ഇത്രയും ദേഷ്യം? അവൾ എന്നെ ഒരു ദിവസം വിളിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും കൂടെ അവൾക്ക് ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കല്യാണം ആലോചിക്കുന്നത്. ഞാൻ കുറച്ച് സെന്റിമെന്റ് വർക്ക് ആവട്ടെ എന്ന് വെച്ചോണ്ട് സാധാരണ കാമുകന്മാരുടെ ക്ലീഷേ ഡയലോഗ് ഉണ്ടല്ലോ, നീ എന്നെ മറന്നിട്ട് അവന്റെ ഒപ്പം കല്യാണം കഴിച്ചങ്ങ് ജീവിക്ക്, അതങ്ങടിച്ച് എന്നിട്ട് അവളതങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത് ഇപ്പൊ അവളുടെ കല്യാണം നടക്കാൻ പോവാ. അത് അങ്ങനൊന്നും ആയിരിക്കത്തില്ലെന്ന് ആ കൊച്ചിന്റെ വീട്ടുകാരെല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്. അതൊന്നും അല്ല, ഞാൻ അവിടെ പോയി അന്വേഷിച്ചായിരുന്നു. അവൾ എന്നെ പ്രേമിച്ചോണ്ടിരുന്ന അതേ സമയത്ത് അവനെയും പ്രേമിക്കുന്നുണ്ടായിരുന്നു. ഓ, ബെഞ്ചിങ്. ബെഞ്ചിങ്ങോ? ഒരേ സമയം രണ്ടുപേരെ പ്രേമിക്കുന്ന ബെഞ്ചിങ്. ഓ, അപ്പൊ ഞാൻ ഇത്രയും നാൾ ഒരു ഫർണിച്ചർ കടയായിരുന്നു കൊണ്ടു നടന്നത്. ശരി, അവൾ ഇപ്പൊ ഇങ്ങ് വരും. അവള് വന്നു കഴിയുമ്പോ നമ്മളെ രണ്ടുപേരും കൂടി കാമുകന്മാരെ അഭിനയിച്ച് അവൾക്ക് വലിയൊരു ഷോ കൊടുക്കണം. കൊടുക്കാം, പക്ഷെ അവൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കറിയണം. അത് ഞാൻ ഈ പ്രേമിച്ചോണ്ടിരുന്ന സമയത്തെ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അത് ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. നീ എന്തോന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്? എന്റെ അച്ഛനും അമ്മയും പോയിട്ട് ബാക്കി എല്ലാ സാധനവും ഒക്കെ ഞാൻ കൊടുത്ത്. അതും കൂടെ എടുത്തങ്ങ് കൊടുക്കാറില്ലേ? പിന്നെ അവർക്ക് സ്വന്തമായിട്ട് അച്ഛനും അമ്മയും ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അവൾ അതും കൂടി ചോദിച്ചു വാങ്ങിച്ചോണ്ട് പോയേനെ. അതൊക്കെ പോട്ട്, ഞാൻ നിന്റെ കാമുകിയാന്നൊക്കെ പറഞ്ഞ ആ കൊച്ചു വിശ്വസിക്കോ? വിശ്വസിപ്പിക്കണം. അതിനാ ഞാൻ നിനക്ക് 5000 രൂപ കൂടി ചൊള പോലെ എന്നെ തരാന്ന് പറഞ്ഞേ. ആക്ടിങ്ങിലൊക്കെ ഞാൻ കയറി പിടിച്ചോളാം. എന്റെ മറ്റേ കട്ടപ്പനയിലെ കാന്താരി ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടോ? കട്ടപ്പനയിലെ കാന്താരി? ഇല്ല. വെറുതെ അല്ല നിന്നെ അവള് തേച്ചിട്ട് പോയത്. എടാ, ലോക വിവരം ഉണ്ടാവണം. കട്ടപ്പനയിലെ കാന്താരിയിലെ മെയിൻ ഞാനാ. ഏത് കാന്താരി മുളകോ? അല്ല, പച്ചമുളക്. എടാ, കമന്റ് ബോക്സ് കൊടുത്ത് നോക്കണം, മുഴുവനും ഞാനാ. അത് വേറെ ആരും കമന്റ് എടുത്തോണ്ട് നീ തന്നെ എല്ലാം എടുത്തിട്ടാ? അങ്ങനല്ലെന്ന്, കമന്റ് ബോക്സ് മൊത്തം എന്നെ പറ്റിയുള്ള അഭിപ്രായങ്ങളാ. അതെന്തേലും ആവട്ടെ, അവൾ ഇപ്പൊ ഇങ്ങ് വരും. അവള് വന്നു കഴിയുമ്പോ നല്ല ലൈഫിൽ വേണം നമ്മൾ ആക്ട് ചെയ്യാൻ. നീ എന്നെ അഭിനയം പഠിപ്പിക്കല്ലേ, ആദ്യം അവൾ ഇങ്ങ് വരട്ടെ കേട്ടാ. ഞാൻ കാണിച്ചരേ എന്റെ അഭിനയം. കണ്ടാ മതി. ഇതെന്തുവാ? എന്റെ ബ്രേക്കപ്പ് ആയി എക്സിന്റെ അതേ മണം. നല്ല തേച്ച തുണിയുടെ മണം അത്. അവള് വല്ലാത്തൊരു തേപ്പുകാരിയാ. ഒരുത്തിയെന്നെ പിരിഞ്ഞ നേരത്ത് പൊഴിഞ്ഞതൊക്കെയും പാടില്ല, കരഞ്ഞു നീലിച്ച കനവിലൊക്കെയും. അങ്ങനൊരുത്തി അവളെന്നെ പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് വിട്ട് കറക്കി, വന്നിട്ട് വിട്ട് കറക്കുവാ. സംഗീത എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല, പറയാൻ പോകുന്നതേ ഉള്ളു. ഇതേ ഏട്ടായി ഒന്നെങ്ങ് വന്നേ. 1 മിനിറ്റ്. മര്യാദ പറഞ്ഞ ടച്ച് പറ്റൂലെന്ന്. ഇല്ല മോളൂസ്, എനിക്ക് അവളോട്ട് ഒരു ടച്ചും ഇല്ല. അതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? ദൈവത്തിനറിയാം. 1 മിനിറ്റ്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ മോളൂസേ. മിസ് തേപ്പുകാരി, എടേ നീ എന്നെ അങ്ങ് ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാ ആ വിഷമത്തിൽ ഞാൻ ഈ കടലോരത്തോടി പാടി പാടി ചങ്ക് പൊട്ടി ചാവൂന്ന് വിചാരിച്ചോ? എന്നാ നിനക്കതങ്ങ് തെറ്റി. ഈ നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ? ഇത് നിന്റെ ചേച്ചിയല്ലേ? ചേച്ചിയാ? ഹലോ ഏട്ടാ. ഏട്ടാ, ഞാനിവിടെ സേഫ് ആയിട്ട് എത്തി. ശരി, 5000 രൂപ കിട്ടുമെന്നും പറഞ്ഞ് ഇത്രയും പുട്ടി അടിച്ച് കുട്ടിയുടെ ഫിഗർ കളഞ്ഞു നിൽക്കണ്ടായിരുന്നു. ഫിഗറിലോ നീ കൊണ്ടുപോയി കളഞ്ഞ്, ഡയലോഗിലെങ്കിലും നീ പിടിക്കണം. ചെല്ല്. അയ്യോ, അതെ, അദ്ദേഹത്തെ പ്രണയിക്കുന്ന പെൺകുട്ടിയാണ് ഞാൻ. എന്തരിത്? ലൈഫ് ആക്ടിങ്. ഇത് ലൈഫ് ആക്ടിങ് അല്ല, നിന്റെ ഡയലോഗോടെ പ്ലച്ചനെ കത്തിയിരിക്കുവായിരുന്നു. അദ്ദേഹം പ്രണയം, അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകും, അത് മാത്രം നീ അവിടെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. അതെ, പുള്ളി വേളി കഴിക്കാൻ പോകുന്ന പെണ്ണാണ് ഞാൻ. നീ എന്തെല്ലാം അഭിനയിച്ചെന്ന് പറഞ്ഞ്? കട്ടപ്പനയിലെ കാന്താരി. ആ കാന്താരി മുളക് കുറച്ച് കണ്ണി തേച്ചേരും ഞാൻ. നിനക്ക് എന്തുവായിരുന്നു അതിൽ വേഷം? മെയിൻ ആക്ട്രസ്. ഇന്ന് തൊട്ട് നീ സൈഡ് ആക്ട്രസ്. സൈഡിൽ പോ. അശ്വതി. ഏട്ടാ. എന്താ മുളുസേ? ഏട്ടാ, ഞാൻ വിളിക്കാമേ. അവിടുത്തെ ഏട്ടനായിരുന്നു. ബെഞ്ചിങ്ങാ. അവള് പോണടത്തെല്ലാം ബെഞ്ച് കൊണ്ടങ്ങ് നടക്കുവാ. നിന്റെ പുതിയ ലവർ അതെല്ലോ? ഓഹോ, അപ്പൊ ഞാൻ റിട്ടേൺ അടിച്ച ഈ പ്രൊഡക്റ്റ് റീസെയിലെടുത്ത നീയാണല്ലേ? നിർത്തരി. നിന്റെ ആരായിരുന്നു? ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. അവൻ എന്ത് പറയുന്നു? എന്തു പറയാൻ, രാവിലെ എഴുന്നേറ്റാ ഗുഡ് മോർണിംഗ് പറയും,
വൈകിട്ട് ഗുഡ് നൈറ്റും പറയും. അത്രേ ഉള്ളൂ. ഞാനായിരുന്നപ്പോ ഓരോരോ കഥകൾ പറഞ്ഞ് എന്നെ വെളുപ്പിനെ വരെ ഉറക്കിയിട്ടില്ല. കഥയാ? ആമയമ്മല്ലേ ഓട്ട മത്സരത്തിന്റെ കഥ. ശരി, എന്നിട്ട് നിനക്ക് എന്നെ വേണ്ടല്ലേ? എനിക്ക് നിന്നെ വേണ്ട. പക്ഷേ നിന്നെക്കാൾ എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരുത്തിയാടി ദൈവം എനിക്ക് കൊണ്ടുവന്ന് തന്നേ. അതെ അതെ, നല്ലോണം അങ്ങ് തന്ന്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ആ കുട്ടീനോട് സംസാരിച്ചാ മതി. അതൊന്നും വേണ്ട, ഞാൻ അവളെ സംസാരിച്ച് എന്നെ സെറ്റാക്കിയത്. അവക്ക് പറയാനുള്ളതെന്ന് ഞാൻ കേക്കട്ടെന്ന്. എന്നാ നീ പോയി കേട്ടോ, പക്ഷെ നീ ഒന്നും തിരിച്ചു പറയരുത്. എന്താ? നിന്റെ ആക്ടിങ്ങിന്റെ കപ്പാസിറ്റി ഞാൻ നേരത്തെ ഒന്ന് കണ്ടതാണ്. ഇതിനുള്ള മറുപടി ഞാൻ ആക്ട് ചെയ്ത് വന്നിട്ട് തരാം. ഇങ്ങോട്ടേക്കൊന്ന് ശ്രദ്ധിക്കൂ മോളെ. നിന്നോട് ഞാൻ സ്നേഹം ഉള്ളോണ്ട് പറയാ, നിനക്ക് ഇത്തിരിയെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഈ മണ്ടന്റെ പുറകിന് നീ ഇങ്ങനെ നടക്കരുത്. ഇദ്ദേഹത്തിന്റെ വില നിങ്ങൾക്ക് അറിയില്ല ഹേ. നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ വില നിങ്ങൾക്ക് അറിയില്ല ഹേ. അത് ഇവളൊരു രാജകുടുംബത്തിലെ കുട്ടിയാ. വന്നാണ് നീ കാമുകി എന്ന് പറഞ്ഞാണോ 5000-ന് ഒതുക്കിയത്? രാജകുമാരി അഭിനയിക്കണമെങ്കിൽ 10,000 രൂപ. കണ്ണി ഞാൻ തിരിച്ചു കളയും. അവിടെ നീ 200 ആക്ട് പോലും കാണിക്കണില്ല. നിന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഒറ്റക്കിടന്നാ പെർഫോം ചെയ്യുന്നേ. പക്ഷെ ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. റിയലി? കട്ടപ്പനയിലെ കാന്താരി? കലിപ്പന്റെ കാന്താരി. കലിപ്പന്റെ കാന്താരിയാ? ആ, ഈ കലിപ്പന്റെ ഈ കാന്താരി. അയ്യോ, എന്നാ കാന്താരിയോട് ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ കലിപ്പനെ നീ വിശ്വസിക്കരുത്. പറഞ്ഞ വാക്ക് പാലിക്കാത്തവനാണ്. 5000 രൂപ തരൂടെ? അവളാണ് സത്യം. നിന്നെ ഒരാളെ പ്രേമിച്ചതിന്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ വർഷങ്ങളാണ്. എനിക്ക് എന്റെ ലക്ഷ്യങ്ങൾ. നീ ശരിയല്ല, നിന്റെ വീട്ടുകാർ ശരിയല്ല, പിന്നെ നിന്റെ അച്ഛൻ അങ്ങനെ ഒരു സെൽഫിഷാ. അതേടി, എന്റെ അച്ഛൻ എന്നെ മീമിച്ച് എന്നെ വളർത്തിയത്. ആരോട് പറയാ? എന്നോട് പറയുക ഹേ. നല്ല അഭിനയം കേട്ടോടാ, എന്റെ നല്ല അഭിനയോന്ന്. നീ നിന്റെ കാമുകി എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ വിളിച്ചോണ്ട് വന്നിട്ട് നിനക്ക് എന്റെ അഭിനയത്തിന് അംഗീകരിക്കാൻ പറ്റൂല, പക്ഷെ അവളത് അംഗീകരിച്ചു. ഓഹോ, അപ്പൊ ഇത് അഭിനയമായിരുന്നല്ലേ? അയ്യോ കേട്ടോ, അതുപോലെ നമുക്ക് മനസ്സിലായില്ല. അത്രയ്ക്ക് ലൈവ് കയറ്റിയല്ലേ ഞാൻ കളിച്ച. എട്രാ എന്റെ 5000? ആടി, ഇത്രയും കൊണ്ടേ പൊളിച്ചു വെച്ചാൽ നിനക്ക് ഞാൻ ഇനി 5000 തരാം. 50,000 അടുത്തൊക്കെ തരും ഞാൻ. അപ്പൊ നീ എനിക്ക് പൈസ തരുന്നില്ലല്ലേ? അതെ, നിങ്ങൾ തമ്മിലുള്ള കണക്കൊക്കെ പിന്നെ തീർത്താ മതി. അങ്ങോട്ട് മാറിയില്ലടി. അത് ഞങ്ങൾ തമ്മിലുള്ള കണക്കൊന്ന് തീർക്കട്ടെ. നമ്മളമ്മ എന്ത് കണക്ക്? അയ്യോ, ഒരു കണക്കൂല്ലല്ലോ. അങ്ങോട്ട് മാറുന്നില്ലേ? നമ്മൾ തമ്മിൽ പ്രേമിച്ച സമയത്ത് നീ എനിക്ക് മേടിച്ചു തന്ന സാധനങ്ങള്. ഇനി ഞാൻ നിനക്ക് അങ്ങോട്ട് തന്ന സാധനങ്ങളില്ല. എന്താ നീ എനിക്ക് എന്തിനു? അയ്യോ, ഒന്നും തന്നില്ലല്ലോ. നീ ആദ്യം ഇങ്ങോട്ട് മാറിയില്ലടി. നിനക്കുള്ളതൊക്കെ പിന്നെ തന്നോളൂ. ആദ്യം നീ എന്റെ 5000 ഇടറാ. ഷർട്ടിന്ന് കണ്ടോടി എന്റെ അച്ചൂട്ടിക്ക് എന്നോടുള്ള സ്നേഹം. അച്ചൂട്ടിക്ക് എന്നോടുള്ള സ്നേഹം സ്നേഹം കൊണ്ടൊന്നും അല്ല. ഈ ഷർട്ട് ഞാൻ മേടിച്ചു കൊടുത്താ. ഇവിടെ വെച്ചാ നീ ഇപ്പൊ ഇവിടെ ചൂരിയില്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പ് വെച്ച് ഞാൻ വലിച്ചു ചൂരും. വേണ്ട വേണ്ട, അവളുടെ ഷർട്ട് നിനക്ക് ഞാൻ ഷർട്ടല്ലേ കൊണ്ടോ? നിന്റെ ഷർട്ട് നിനക്കിനി എന്തോ വേണ്ടേ? എനിക്ക് നിന്റെ 5000 ഒന്നും വേണ്ട. അതിനുള്ളത് ഞാൻ ഇതിൽ നിന്ന് എടുത്തോളാം. പ്രേമിക്കുന്നവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ പ്രേമിച്ചില്ലെങ്കിൽ പൈസ മാത്രമല്ല ഇതുപോലെ മാനവും പോവും. അയ്യോ, മക്കള് ക്ലൈമാക്സ് അടിച്ച് നിർത്തിയേക്കണായിരുന്നാ? പിന്നെ ക്ലൈമാക്സ് അടിച്ച് നിർത്തണ്ടേ? പക്ഷെ നീ ഇട്ടേക്കുന്ന പാന്റ് ഞാൻ മേടിച്ച ഉരുത്തടാ. പാന്റ് ഉരി തന്ന സ്കിറ്റിന്റെ ക്ലൈമാക്സ് അല്ലേ എന്റെ ക്ലൈമാക്സ് ആകും. അശ്വതി, ആസ്പിൽ പേരിന്റെ മീനിങ് എന്താ? മീനിങ് ഗൂഗിളിൽ നോക്കുമ്പോ ഒരു ജർമ്മൻ കമ്പനിയാ. മീനിങ് ഇല്ലേ? അതിന്റെ ഒരു അർത്ഥമൊന്നുമില്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇത് ആരാ ഇട്ടത്? വീട്ടുകാര്. ഈ പേരിടാനുള്ള ചേതോ വികാരം എന്തായിരുന്നു വീട്ടുകാർക്ക്? അമ്മ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു, ആസ്പിരിൻ, അതായിരിക്കാം. എന്താ ഫുൾ പേര്? ആസ്പിൽ, HD ആസ്പിൽ. ഓ, HD ദൃശ്യമോടെ അച്ഛന്റെ അമ്മയുടെ പേര് ചേർത്തല്ലേ ഇട്ടേക്കുന്ന ആസ്പിലിന്? അങ്ങനെ ആവാം. ചോദിച്ചിട്ടില്ലേ? അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് പത്മകുമാർ, അമ്മയുടെ പേര് ആശ. കണ്ടോ? അല്ല, അതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ അമ്മ കഴിക്കുന്ന മരുന്ന് മീഡിയയിൽ വരും എന്നറിയാവുന്നോണ്ട് HD അങ്ങനെ എല്ലാം കൊണ്ട് ചേർന്ന് ഒരു പേര് HD ആസ്പിൽ. അങ്ങനെയാണെങ്കിൽ ആസ്പിൽ HD ദൃശ്യമികവോടെ എന്ന് പറഞ്ഞു. ജർമ്മൻ കമ്പനി എന്താടാ അത്? അത് ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ജർമ്മൻ കമ്പനിയാണോ? ആ, ഒരു കപ്പ് വിൽക്കുന്ന കമ്പനി. നല്ല കപ്പ്. അതെ അതെ അതെ. ഏത് ക്ലാസ്സിലാ? ഞാൻ +1. എവിടെ മോനെ വീട്? കോട്ടയം.
അല്ല അനിയന്മാരോ അങ്ങനെ ആരെല്ലാം ഉണ്ടോ? ചേട്ടനുണ്ട്. ചേട്ടന്റെ പേരെന്തോന്ന്? ആസ്പിൻ. KD ആസ്പിൻ. KD ആസ്പിൻ, HD ആസ്പിൻ. അല്ല ഒരു മിനിറ്റ് ഒരു കൺഫ്യൂഷൻ. ഈ KD എന്ന് പറഞ്ഞ അത് ഈ മീൻസ് അമ്പലത്തിൽ കൊണ്ടൊരു പേട്ട കൃഷ്ണദാസ്, എനിക്ക് വരുമ്പോ ഹനുമൽ ദാസ്, അങ്ങനെ ഹനുമാൻ ദാസ്. അതാരാ പേര്? അതും ഈ അച്ഛനും അമ്മയുടെ പരിപാടി. ഈ അച്ഛനമ്മയ്ക്ക് ഇതിന്റെ അടുത്ത ഷെഡ്യൂൾ ഒരു അച്ഛനമ്മയും കൊണ്ടുവന്നെ കുറെ കാര്യം. പിന്നെ ഫസ്റ്റ് ടൈം ആയിരുന്നില്ലേ? നന്നായിരുന്നു. എങ്ങനെയാണ് വന്ന ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കാണുമ്പോ ഒക്കെ. എന്നിട്ട് ഇവിടെ ഓഡിഷൻ വന്ന് സെലക്ട് ആയി. സത്യം പറഞ്ഞാല് ആദ്യമായിട്ട് ഒരു വേദിയിൽ വന്ന് റൊമാൻറ്റിക് ചെയ്യാ, അത് ഭയങ്കര കൺവിൻസിംഗ്ലി അല്ലേ? ഏതോ ഒരു 5-10 പ്രാവശ്യം ചെയ്ത പോലെ അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വേദനെ കഴിഞ്ഞ ഇതിലൊക്കെ നൈറ്റി ഒക്കെ ഇട്ട് കണ്ടിട്ടേ പെട്ടെന്ന് സാരിയിൽ ഈ ഒരു ഗെറ്റപ്പിൽ വന്നപ്പം ശരിക്കും സീരിയലിലെ വില്ലത്തി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന നായികമാർ ഒരു ലുക്ക് ഉണ്ട്. വേദയുടെ ആദ്യത്തെ സ്കിറ്റ് ഇപ്പോഴും എന്റെ മനസ്സിൽ, ഒരു ഓട്ടോയില് നിതയും വേദയും കൂടെ ഇപ്പോഴും എനിക്ക് ആ സ്കിറ്റ് ഓർമ്മയുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ബാറ്ററി നോക്കണ്ടേ? ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ബാറ്ററി. അടിപൊളി. ഓക്കെ മോനെ, ഡിസപ്പോയിന്റ് ആവരുത്. ഇത് ജസ്റ്റ് ഒരു ബുക്കിംഗ് മണി. ഓക്കെ, അഡ്വാൻസ് ആണ്. അടിപൊളി അടിപൊളി. QT The Hand Wash presents Comedy Masters, co-presented by SLBS Marklands, powered by Amruthaveni Lice Kit and co-powered by Rajakumari Group. കോമഡി മാസ്റ്റേഴ്സിൽ നാട്ടുകൂട്ടമായിട്ടുള്ളത് ആരൊക്കെയാണ്? കേരളത്തിലെ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റുമാരാണ്. ഒരു നല്ല കൈഡി കൊടുക്കുക അവർക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്കിറ്റും പരിപാടികളൊക്കെ? അതിമനോഹരമായിരുന്നു സ്കിറ്റ്. കൊള്ളാമായിരുന്നു. ഇപ്പം പെർഫോം ചെയ്തിട്ട് പോയ അവരുടെ പ്രോഗ്രാം എന്തായാലും ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ചേട്ടാ, ഞങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളൊക്കെ ഒരു പ്രോഗ്രാം വിളിച്ച് തരുമോ? അല്ല, ഇത്രയും പിള്ളേര് ഭംഗിയായിട്ട് ചെയ്യുന്നില്ലേ? അതൊന്ന് കണ്ടു പഠിക്കും. അതെ, ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതില് ഇവരൊക്കെ പ്രോഗ്രാം ഏജൻസി ആയിട്ടാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയേക്കുന്നത്. പക്ഷെ ഇവരെല്ലാം നമ്മളെ പല പല ട്രൂപ്പുകളിലും അതിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. ഇതില് ഇപ്പൊ സംസാരിച്ച ജയകുമാർ ഏട്ടൻ സുരാജ് ഏട്ടന്റെ കൂടെ തിരുവനന്തപുരം ഡിസ്കവറി എന്ന് പറഞ്ഞ മിമിക്രി ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുപോലെ നമ്മുടെ സലീം കുമാർ ഏട്ടന്റെ ക്ലാസ്മേറ്റ് ആ കൂട്ടത്തിരിപ്പുണ്ട്. ചേട്ടാ, ചേട്ടൻ മൈക്കോട്ടെ. നമസ്കാരം, എൻ്റെ പേര് സൈമൺ എന്നാണ്. ഈ ഇടയ്ക്ക് നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ പ്രശസ്ത സിനിമാ താരം സലീം കുമാർ എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ആ വേർപാട് എല്ലാവർക്കും കേരളത്തിൽ മൊത്തം വേദനാജനകമാണ്. അതുപോലെയുള്ള കലാകാരന്മാർക്ക് ജന്മം നൽകാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഇപ്പോൾ വരുന്ന കലാകാരന്മാരൊക്കെ ആ റേഞ്ചിലേക്ക് പോകേണ്ട കലാകാരന്മാരും കൂടിയാണ്. അപ്പോൾ അവർക്കുള്ള എല്ലാ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരുപാട് ജനറേഷന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ നിങ്ങള്? അതായത് അഖിലേട്ടനെ പോലെ സീനിയർ ആയിട്ട് തുടങ്ങി ഒരുപാട് ജനറേഷന്റെ കൂടെ അങ്ങനെ ഒരുപാട് ശരിക്കും ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാനൊക്കെ ഏത് ജനറേഷനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്? നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴും എളുപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെയാണ്. അതായത് ഈ പുതിയ ആൾക്കാർ വന്ന് പറഞ്ഞ് പഠിപ്പിച്ച്, ഇപ്പം അഖിലിനൊക്കെ അറിയായിരിക്കും, 9 മണിക്ക് ഷോയ്ക്ക് പറഞ്ഞാൽ 11 മണിക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ 9 മണി എന്ന് പറഞ്ഞാൽ 8:50 ആവുമ്പോൾ സ്റ്റേജിൽ വരുന്ന ആൾക്കാരും ഉണ്ട്, 8 മണിക്ക് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴും എളുപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ തന്നെയാണ്. അതായത് അവർക്ക് സ്റ്റേജിന്റെ ടൈമിംഗ് അറിയാം, കാരണം അതിന്റെ ഒരു വില മനസ്സിലാവും. അതായത് കമ്പനിക്കാരന്റെയും ഏജന്റിന്റെയും. കാരണം 9:30 പരിപാടി തുടങ്ങണമെന്ന് വെച്ചാൽ കറക്റ്റ് 9:30 തുടങ്ങണം. അത് ശരിയാണ്. പക്ഷേ പല പരിപാടിക്ക് അഖില് വന്നത് താമസിച്ചാണ്. അത് ഞാൻ ആ ഒരു കോമഡി പറഞ്ഞുതരാം. അതായത് പുലിപ്പാറ ജയകുമാർ എന്ന ഒരു പരിപാടി, പുലിപ്പാറ ജയകുമാറിന് ഒരു പരിപാടി പിടിച്ചിട്ട് 2 പരിപാടി. ഫസ്റ്റ് പരിപാടി കരുനാപ്പള്ളിയിലും, സെക്കൻഡ് പുള്ളിയുടെ അമ്പലത്തിലും. അവിടുന്ന് വിട്ടില്ലേ? കരുനാപ്പള്ളിയിൽ നിന്ന് ഓടി നെടുമങ്ങാട് വരെ എത്ര ദൂരം എടുക്കുന്ന ഈ രണ്ടും ഈ അളിയാണ് ഈ പരിപാടി കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഓടി വാരിപ്പുറക്കി കെട്ടി പുള്ളിയുടെ അമ്പലത്തിൽ വന്നപ്പം 2:30 മണിയായി. അവിടെ 1:30ക്കാണ് പരിപാടി കൊടുത്തേക്കണം. പരിപാടി തുടങ്ങി 4:30 മണിയാകുമ്പോൾ പുലിപ്പാറ എന്ന് പറഞ്ഞിട്ട് 4:30 മുമ്പ് പരിപാടി തീർക്കണം. 4:30 മണിക്ക് പരിപാടി തീർത്ത് വലിയ കളിപ്പാണെന്ന് പറഞ്ഞു. 4:30 മണിയായപ്പം ബാക്കിൽ പുലിപ്പാറയും ഒരാളും തമ്മിൽ ഉടക്ക്. ബാക്കി ആൾക്കാരെല്ലാം പരിപാടി കിടന്ന് ചിരിക്കുന്ന പരിപാടി നല്ല വിജയം.
പരിപാടി തീർന്ന് നമ്മളെല്ലാം വലിച്ചൊരു കെട്ടി കമ്മറ്റിക്കാർ കൈയൊക്കെ തന്ന് പൈസയൊക്കെ മേടിച്ച് നമ്മൾ നിൽക്കുന്നു. സംഭവം എന്താണെന്നറിയാമോ? ഈ സ്റ്റേജ് കെട്ടിയാണ് റബ്ബർ മളയിലാണ്. ഈ ഗ്രീൻ റൂമിലാണ് 4 റബ്ബർ കഴിക്കണം. വെട്ടാമെന്ന റബ്ബർ വെട്ടുകാരനാണ് പുലിപ്പാറായിട്ട് ഉടക്കുക. ഈ റബ്ബർ വെട്ടുകാരന് പുലിപ്പാറ തമ്മിൽ ഭയങ്കര ഉടക്കുക. ഞാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് നമ്മൾ വണ്ടി പോകാൻ നേരത്തെ പുലിപ്പാറ 4 റബ്ബർ വെട്ടിയിട്ടാണ് പോയത്. കാരണം അവൻ പറഞ്ഞു ഒന്നേ നീ വെട്ടി നല്ല റബ്ബർ, അല്ല എനിക്ക് റബ്ബർ വെട്ടാണ് പളയ പോകാനുള്ളത്. അവസാനം പുലിപ്പാറ നമുക്ക് പേയ്മെന്റും മേടിച്ചു തന്നു. നമുക്ക് എന്താണ് അവൻ 4 റബ്ബറും വെട്ടി കൊടുത്താണ് പുള്ളി വീട്ടിൽ പോയത്. അത്രയും ഉത്തരവാദിത്തമുള്ള പുലിപ്പാറ. അന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് പുലിപ്പാറ നെടുമങ്ങാട് വരെ പോകാനായിട്ട് 2 പ്രോഗ്രാം നമുക്കന്ന് ഉണ്ടായിരുന്നു. ഇന്നോ അതെ കറക്റ്റ് 7 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീർക്കാന്നുള്ള അത് ഇപ്പോഴാണ്. അതാണ് വേറൊരു കാര്യമുണ്ട്. അതൊരു നിങ്ങളെപ്പോലെ ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ അത് ബാധിക്കത്തില്ലായിരിക്കാം. പക്ഷെ തീർത്തും സാധാരണക്കാരായ സ്റ്റേജ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഗാനമേള ആയിക്കോട്ടെ, നാടൻ പാട്ടായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, ബാല ആയിക്കോട്ടെ, അങ്ങനെ തീർത്തും സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന കലാകാരന്മാരെ വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അല്ലെ അതെ അതെ ചേട്ടൻ പറഞ്ഞ പോലെ ഈ 2 പരിപാടിയുള്ള കാലഘട്ടം ഒന്നുമില്ല. ഇപ്പൊ ഒരു പരിപാടിക്ക് തന്നെ കഷ്ടപ്പെടുകയാണ് കലാകാരന്മാർ. അപ്പൊ ആ പഴയ 2 പരിപാടിയും 3 പരിപാടിയൊക്കെ കളിച്ച ആ കാലഘട്ടം കലാകാരന്മാർക്ക് വീണ്ടും തിരിച്ചു വരട്ടെ. അതുപോലെ തന്നെ ഈ 10 മണിക്കുള്ള അതായത് ഇതൊക്കെ എടുത്ത് കളഞ്ഞ അതിപ്പം എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റ് പരിഗണിക്കോ ആ മൈക്കോഡർ എല്ലാം കളയാൻ സാധിക്കും. അപ്പൊ അല്ല, ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ എന്റർടൈൻമെന്റ്, നമ്മളുടെ ബിസിനസ്, നമ്മളുടെ ഇൻഡസ്ട്രീനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറ്റി. അതിന്റെ ഒരു വലിയ കാര്യം വ്യവസായമാക്കി മാറ്റി. വ്യവസായം അതന്നെ ഇൻഡസ്ട്രി. നമ്മളിപ്പോ നമ്മൾ പറയില്ലേ ഡോക്ടർ ആവാം, നമുക്ക് എഞ്ചിനീയർ ആവാം, നമുക്കിപ്പോ പറയാം ആർട്ടിസ്റ്റ് ആവാം. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. സോ നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി ഒരു വലിയ കൈയടി. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ചേട്ടന്മാർക്ക് ഇവർക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഉത്സവപ്പറമ്പിന്റെയും പരിപാടിയുടെയും കഥകളും കാര്യങ്ങളും എക്സ്പീരിയൻസും ഒരുപാട് പറയാനുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് കൊണ്ട് ഇവരെ വിടുന്നില്ല. നമുക്കിനി ഒരു എപ്പിസോഡ് കൂടി ഇവിടെ ഇരുത്തി ഇവരുടെ കഥകൾ മൊത്തം നിങ്ങളുടെ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുള്ളതുകൊണ്ട് ചേച്ചി, അപ്പോൾ ഇത്രയും കഥകളും ഇത്രയും കലാകാരന്മാരെ ഹെൽപ്പ് ചെയ്ത, ഇത്രയും കലാകാരന്മാർക്ക് പരിപാടികൾ കൊടുത്ത ഇവരല്ലേ നമ്മുടെ ഇന്നത്തെ മെയിൻ. ഒരു ഡൗട്ടും ഇല്ല. അപ്പോ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നമ്മുടെ ചേട്ടന്മാരാണ്. അപ്പോ ഈ കൂട്ടത്തില് ഇവരെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ചേച്ചിയെ വിളിക്കാം. ആകെ ഒരു പെൺതിരേ ഉള്ളൂ, ഒരു തരി മതി ആളിക്കത്താൻ. ചേച്ചി വാ. പ്രോഗ്രാം ഏജൻസി ഫീൽഡിൽ സ്ത്രീകൾ വളരെ കുറവാണ്. എന്നാൽ ചേച്ചിയെ നമുക്ക് കാണാൻ പറ്റിയാലും പരിചയപ്പെടാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം ചേച്ചി. നമ്മുടെ പ്രോഗ്രാം ഏജൻസി സുഹൃത്തുക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചേച്ചിക്ക് ഇന്നത്തെ ക്യൂട്ടി, ഇന്നത്തെ മെയിൻ, എന്നത്തെ മെയിൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വളരെ ഭാഗ്യം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒത്തിരി കലാകാരന്മാരെ ഇതുപോലെ നമ്മൾ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇത് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ ഇരിക്കുന്ന വനിതകൾ പോലും ഇപ്പോൾ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം എന്തുകൊണ്ട് ഒരു ഏജൻസി തുടങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചത് തന്നെ ഒരു പരിപാടി ബുക്ക് ചെയ്തപ്പോഴത്തേന് പരിപാടിക്കാർ വന്നില്ല. അപ്പൊ എന്നെ പിടിച്ചേട്ടിയിടേണ്ട ഒരു അവസ്ഥ വന്നു. അത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. പിന്നെ വാശിയായി. ഈ ഏജൻസിയിൽ തന്നെ തുടർന്ന് പോകണമെന്ന് കരുതി എൻ്റെ ഏജൻസിക്ക് പേരിട്ടു നില കമ്മ്യൂണിക്കേഷൻ വൈക്കം. അങ്ങനെ നല്ല രീതിയിൽ പരിപാടി പോകുന്നു. ഓണത്തിന് ഇപ്പൊ 10 പരിപാടി കൊടുത്തിട്ടുണ്ട്. ചേച്ചി നമ്മുടെ നമ്പറൊക്കെ എഴുതി വാങ്ങണേ. സൗണ്ട് ഇല്ലാത്തോണ്ട് എനിക്ക് എന്റെ പെർഫോമൻസ് കാണിക്കാൻ പറ്റില്ല. ഇതൊരു അവസരം തരട്ടെ, ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം. അല്ല അതറിയോ, ചേച്ചി ഒരിക്കലും നിന്നെ വിളിക്കൂല. കാരണം നീ താമസിച്ചവരും നിന്നെ കെട്ടിയിട്ട് പിന്നെ നീ ഏജൻസി തുടങ്ങും. പിന്നെ എവർക്കും ഒരു ബാധ്യത. അതുകൊണ്ട് ഒരിക്കലും പറയാറുണ്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ദയവേത് അതുപോലെ. അപ്പോ ഈ ഒരു തമാശയോട് കൂടി കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഈ വേദിയിൽ പര്യവസാനിക്കുന്നു. ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നതിന് ബന്ധപ്പെടുക കോമഡി മാസ്റ്റേഴ്സ്, അമൃത TV, വൈറ്റില PO, എറണാകുളം. കോമഡി